എല്ലാവർക്കും നമസ്കാരം. കുട്ടികളും കുളന്തികളും ഹെഡ്സെറ്റ് ഇല്ലാത്തവരുമായിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാൻ നിൽക്കരുത്. ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് കൂട്ടിക്കോ. കാരണം ഈ വീഡിയോയിൽ ഒരു തന്തയില്ലാത്തവനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഡാഡി ഇല്ലായ്മ അവന്റെ ഒരു ഹരമാക്കിയാണ് അവൻ കൊണ്ട് നടക്കുന്നത്. ഇതുപോലത്തെ ഒരു കൽപ്പണം കെട്ട ബോധമില്ലാത്ത വേട്ടവാളയും വിവരമില്ലാത്തവനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും അത്യാവശ്യം അറിഞ്ഞു കാണാം. അറിയാത്തവർക്ക് വഴിയെ പോകുമ്പോൾ അറിയാൻ പറ്റും. കാരണം ഒരു ഡാഡി ഇല്ലാത്തവൻ എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വേറെ ആരുമില്ല, മല്ലു ഫാമിലി ചുജിൻ. അവൻ്റെ വിചാരം അവനാണ് മറ്റേ അടുത്ത പേജിലെ കൊണാൻഡർ എന്നാണ് അവൻ്റെ വിചാരം. അതായത് സുജിനെ, നീ പഠിച്ച സ്കൂളിൽ ഞാൻ ഹെഡ് മാസ്റ്റർ ഒന്നും അല്ലെങ്കിലും നിന്നെക്കാളും ബോധം വിവരത്തോടെയാണ് ഞാൻ പഠിച്ചത്. അത് നീ മനസ്സിലാക്കുക. എന്തായാലും നിന്റെ കൊണയടി കേട്ട് നിന്നെ ഒരുപാട് ജനങ്ങൾ വാഴ്ത്തിപ്പാടുന്നു. അവനിത് വേണം, അവനത് വേണം. നിനക്ക് എന്ത് സപ്പോർട്ടറാ? ഇത്രയും കാലം നിന്റെ ഈ സപ്പോർട്ടേഴ്സ് ഒന്നും കാണാനില്ലായിരുന്നു. നമ്മളെ ഊക്കിയപ്പോഴാണ് നിനക്കൊരു സപ്പോർട്ട് വന്നത്. എന്തായാലും സന്തോഷം. നീ അങ്ങനെയെങ്കിലും കുറച്ച് വെളുത്തല്ല, നന്നായി. എന്തായാലും മല്ലു ഫാമിലി സുജിനുമായി റിലേറ്റഡ് ഇന്നലെ ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രണവ് പ്രവീണിന്റെ ഇഷ്യൂ ഇവൻ കൊണ്ട് മറ്റേ കൊണാൻഡർ ഡയലോഗ് അടിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ് ചെയ്തത്. ഇത് ചെയ്തപ്പം ഇവൻ എനിക്കെതിരെ പ്രതികരിക്കുന്ന ഓക്കെ ഫൈൻ, എനിക്കത് വിഷയമുള്ള കാര്യമില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാം, അഭിപ്രായങ്ങൾ പറയാം, കളിയാക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ വീട്ടിലുള്ളവരെ വിളിച്ചു കഴിഞ്ഞാൽ എടാ പുന്നാര പൂക്കുറ്റി പൂക്കാവടി മോനെ, നീ വായിരിക്കുന്ന കേട്ടോണ്ട് പോകും. പിന്നെ എനിക്കിവിടെ നിന്നെപ്പോലെ തരം താഴ്ന്ന രീതിയിൽ തെറി വിളിക്കാൻ താല്പര്യമില്ല. നിന്നെ ഞാൻ തായും പൂവും ഇത്രയും ഇമ്മയും ഉക്രയിട്ട് വിളിച്ചതായിട്ട് നീ അങ്ങ് കരുതിക്കോ. വിളിക്കാത്തതായി ഇനി ഒരു ചീത്തയും ബാക്കിയില്ല. ഞാൻ പക്ഷെ വീഡിയോയിൽ വിളിക്കാത്തത് നമ്മുടെ ഓഡിയൻസ് കുറച്ച് മാന്യതയുള്ള ആൾക്കാരാണ്. അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ല. പക്ഷെ നീ വീഡിയോയിൽ വിളിക്കുന്നതൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടുപോകും. എങ്കിലും നിന്റെ തന്തയ്ക്ക് ഞാൻ അത്യാവശ്യം നല്ലതായിട്ടൊരു വിളിക്കും. എനിക്കത് വിളിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നൊരു കാര്യം ഉണ്ടാകാം. എന്തുവാടാ മല്ലു ഫാമിലി, എന്തുവാടാ സുജിനെ, നീ ഇങ്ങനെ എന്തായാലും നമുക്ക് ഒരു അരുവിന്ന് തൊട്ടങ്ങാൻ. എനിക്ക് കുറച്ച് കാലം പറയാൻ മുന്നേ തന്നെ ഞാനൊന്ന് പഠിക്കട്ടെ. പിന്നെ അതുപോലെ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഞാൻ ഈ ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം 6 വർഷമായി. ഈ 6 വർഷത്തിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ ആരെങ്കിലും ടിവിയിൽ ഇട്ടിട്ടാണ് കാണണമെങ്കിൽ ടിവിയുടെ സൗണ്ട് കുറച്ച് കമ്മിയാക്കിയേക്ക്. അതേപോലെ തന്നെ ഒരു മിനിറ്റ് അപ്പോൾ ഫോണിലായിരുന്നു കാണുന്ന വെച്ചാൽ അതിന്റെ സ്പീക്കർ ഒന്ന് കമ്മിയാക്കുക. അതൊക്കെ പറയുള്ളൂ. ഞാൻ ഇന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെടുത്തും എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെടുത്തും എൻ്റെ അനിയന്മാർ, അനിയത്തിമാർ, ചേച്ചിമാർ, ഏട്ടന്മാർ എല്ലാവരുടെ നിന്റെ അച്ഛന്മാരെടുത്തും കൂടി നീ പറ. അതാണ് അതിന്റെ സന്തോഷം. നിന്റെ അപ്പന്മാരെടുത്തും കൂടി നീ പറ. എല്ലാവരും ഉണ്ടല്ലോ, അച്ഛന്മാരും അനിയന്മാരും ഒക്കെ ഇരിക്കട്ടെ. ഒരു വഴിക്ക് പോകുന്നതല്ലേ, കൊണ്ട് കയറാം. ക്ഷമ ചോദിച്ചിട്ട് തുടങ്ങുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ പറയാലോ, നമ്മളെ പറ്റി ഇഷ്ടംപോലെ എന്തിനാ പറയുന്നതെന്ന് കാര്യം മനസ്സിലാക്കില്ല. വേറെ ഒന്നുമില്ല, ഞാൻ ഒരാളെ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും ഇതിൽ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ ഒരു റിയാക്ട് ചെയ്യുന്നത്. അത് നമ്മുടെ മല്ലു ഫാമിലി എന്നുള്ള ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് മുന്നേ ചെയ്യുമ്പോൾ വ്യക്തികളുടെ പേര് പറയാതെയും മറ്റേ കഴിക്കിട്ടാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇതുവരെ ഞാൻ അങ്ങനെ ഓപ്പൺ പറഞ്ഞിട്ടില്ല. ഫേസ്ബുക്ക് വീഡിയോസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും യൂട്യൂബിൽ മല്ലു ഫാമിലി ഫസ്റ്റ് ടൈമാണ്. അതുപോലെ റിയാക്ട് ചെയ്യുന്ന വീഡിയോ കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ സുജിൻ ബ്ലോഗ്സ് എന്നുള്ള ചാനലിലാണ്. പക്ഷേ മല്ലു ഫാമിലിയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഞാൻ പറയാണ്, മറ്റേ കുട്ടികളാരും വീഡിയോ കാണാതിരിക്കണം നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ എന്നെ കുറ്റം പറയാനും തെറി പറയാനും കുറെ ആൾക്കാർ ഇപ്പം പിന്നാലെ വരും. അതൊന്നും വിഷയമുള്ള കാര്യമല്ല. അപ്പം എന്തായാലും ഞാൻ വീഡിയോക്ക് കിടക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അതിന്റെ ട്രോളിയിട്ട് ഉണ്ടാക്കിയൊക്കെ അതിൽ എനിക്ക് എടുത്ത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരാൾ നമ്മുടെ കൈസാണ്. അതിന് മുന്നേ വീഡിയോസ് ഉണ്ടാകും. അവന് വീഡിയോസ് ഞാൻ ഇതുപോലെ കണ്ടിട്ടാണ്. നിങ്ങൾക്ക് അറിയാലോ, മല്ലു ഫാമിലി എല്ലാം തൊട്ട് കഴിഞ്ഞാൽ അതുപോലെ ലോകത്തില്ലാത്ത പ്രശ്നങ്ങൾ മല്ലു ഫാമിലിക്ക് ഉണ്ട്. അപ്പോൾ അത്രയും പ്രശ്നങ്ങൾ നിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വ്യൂസ് കിട്ടുന്നു, അല്ലെങ്കിൽ നിന്നെ കുറ്റം പറയുമ്പോൾ ഓഡിയൻസ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നീ അത്രയും ഉടായിപ്പും അത്രയും നാറി എരപ്പ ആയതുകൊണ്ടാണ് നിന്നെ പറയുമ്പോൾ ആൾക്കാർ ആ വീഡിയോ വന്നിരുന്ന് കാണുന്നത്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഈ എരപ്പ നാറി എന്നൊക്കെ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു പരമനാറിയെ കുറിച്ച് ഞാൻ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനൊക്കെ ജീവിച്ചിരുന്നൊരു കാര്യമുണ്ടാ ചങ്ങായിമാരെ. ഉണ്ടാക്കിയതോടെ നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ എനിക്കൊരു പ്രശ്നം, ഒരു മുടി എനിക്ക് ഇവിടെ ഇല്ല. പക്ഷെ എന്നാലും മറ്റേ ഞാനൊന്ന് ഈ മല്ലു ഫാമിലി എന്ന് റിയാക്ട് ഞാൻ വീഡിയോ തുടങ്ങുന്ന മുന്നേ തന്നെ ഞാനൊന്ന് ക്ഷമ ചോദിക്കുകയാണ്. ഇതിനെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. എല്ലാവർക്കും ക്ഷമ ചോദിച്ചിട്ടാണ്. അതാണ് കൂടുതൽ. നിന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് കൂടുതൽ. പക്ഷെ നീ എനിക്കിട്ടുണ്ടാക്കിയപ്പോൾ നിനക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അത് നമുക്ക് വലിയ വിഷയമൊന്നും ഉള്ള കാര്യമേ അല്ല. നിന്നെപ്പോലൊരു തീട്ട കേസ് വന്ന് നമുക്കിട്ടുണ്ടാക്കിയെന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാനൊരു കേസ് അറ്റൻഡ് ചെയ്തിട്ട് അതിൽ ഫ്ലോപ്പായി അങ്ങനത്തെ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ ഞാൻ നാറും. പക്ഷെ നിന്നെപ്പോലത്തെ ഒരു തീട്ടം കേസ് എനിക്ക് വിഷയമേ അല്ല. നീ ലോക തോൽവിയാണെന്ന് കാണുന്ന എല്ലാ ഓഡിയൻസിനും അറിയാം. അത് ഞാൻ പിന്നെ എടുത്തു പറയേണ്ട കാര്യമൊന്നും ഇല്ല. എന്തായാലും പോട്ട്. ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. ഞാൻ ഒരാളെ റിയാക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവനെ ഞാൻ ഇന്നാണ് ഫസ്റ്റ് ടൈം കാണുന്നത്. ഇന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇവന്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ എടാ നാറിയരപ്പേ, നീ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്ന് നീ പറയുന്നുണ്ടല്ലോ. എടാ ഉളുപ്പുണ്ടാടാ നിനക്ക് എത്ര തന്തയുണ്ടാ? എനിക്കതാണ് ചോദിക്കാനുള്ളത്. നീ നല്ലൊരു തന്തയ്ക്ക് പറഞ്ഞ ഗുണമാണ് നീ കാണിച്ചെങ്കിൽ നീ ഈ ഡയലോഗ് അടിക്കുമോ? നീ ഇതിനു മുന്നേ എൻ്റെ വീഡിയോയുടെ തംബ്നെയിൽ, അതായത് നിന്നെ ഞാൻ റിയാക്ട് ചെയ്ത തംബ്നെയിൽ എടുത്തിട്ട് നീ നിന്റെ വീഡിയോയിൽ വച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നീ അത് മുക്കി.
നിനക്ക് എത്ര തന്തേണ്ടാ? അറ്റ്ലീസ്റ്റ് അതെങ്കിൽ എണ്ണ എടുത്ത് പറ. അല്ലാണ്ട് വന്നിട്ട് കൊണയടിക്കാതെ നല്ല തന്തയ്ക്ക് പറഞ്ഞ കുണം കാണിക്കും. ഇങ്ങനെ വീണ്ടും വീണ്ടും അതിൻ്റെ ഇടയിൽ നാട്ടുകാരെ പറ്റിക്കാതെ. എന്നെ നീ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ഓക്കെ, നിന്റെ അത്ര സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷെ നീ ഒന്ന് ചിന്തിക്ക്, നീ ഇത് കള്ളമാണോ സത്യമാണോ പറയുന്നത്? അതിനുള്ള ഒരു ക്വാളിറ്റി കാണിക്കണം. ഉളുപ്പില്ലാത്തവനെ. ഞാൻ ആ തമ്മനയിൽ തപ്പിപ്പോയി, നീ മുക്കി. എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. ഞാൻ ഫോട്ടോ എടുത്ത് തരാടാ, ഫ്രെയിം ചെയ്ത് വെക്കുക, എന്നിട്ട് നീ മറ്റേ വെച്ചോ. ഇപ്പൊ പൊന്നൂസ് പിന്നിട്ട് പറഞ്ഞു ഇവൻ നമ്മളെ എപ്പോഴും റിയാക്ട് ചെയ്തിട്ടുണ്ട്, അതിന് മുന്നേ റിയാക്ട് ചെയ്തപ്പോൾ ഞാൻ ഇവന്റെ വീഡിയോസ് ഇപ്പോൾ നോക്കി. അപ്പൊ ഇവന്റെ വീഡിയോസ് ഇവൻ എന്നെ മുന്നേ ചെയ്ത വീഡിയോസുകളെല്ലാം ഞാൻ ഇന്ന് കണ്ടപ്പോൾ എന്താ അറിയില്ല, എനിക്കങ്ങനെ കയറി ആ ഒരു ചൂടിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് ചെയ്തതിന്റെ അപ്പുറത്ത് എന്തൊക്കെ ഭവിഷ്യത്തുകൾ എനിക്ക് അതുണ്ടായാലും എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ എന്തായാലും അവർ കൊടുക്കാതെ കൊടുത്തില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിനക്ക് തരാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി വെക്കാം. അതല്ലേ നല്ലത്. അവന് റിയാക്ട് ചെയ്യുന്നത്. അവന്റെ വീഡിയോ 10 മിനിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അവൻ എന്നെ ഇപ്പോഴത്തെ വീഡിയോസിന് അവന് 2 മണിക്കൂർ മുന്നിട്ടതാണ്. അവന് ഒരാഴ്ചക്കുള്ള കണ്ടന്റ് ഒറ്റയടിക്ക് കൊടുക്കുകയാണ്. അവന്റെ പേര് ഞാൻ പറഞ്ഞ ചാനലിന്റെ പേര് അതുൽ വ്ലോഗ്സ് എന്നാണ് അവന്റെ ചാനലിന്റെ പേര്. അപ്പൊ എന്തായാലും തുടങ്ങണം. ഞാൻ അവന്റെ വീഡിയോസ് ഞാൻ സൈഡ് കൊടുക്കുക. അവൻ കറക്റ്റ് മറുപടി ആയിട്ട് കൊടുക്കണം. ഞാൻ കാരണം അവന്റെ മുന്നിൽ കുറച്ച് ഞാൻ ഇന്നാണ് ഞാൻ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നത്. അതുപോലെ അവന്റെ വീഡിയോ ഇന്നാണ് ഞാൻ ആദ്യം കാണുന്നത്. അപ്പൊ ഞാൻ നമുക്ക് ഉളുപ്പുണ്ടാടാ ചങ്ങായി നിനക്കിത് പറയാം. ഇന്നാ നീ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നത്? കഷ്ടം, ഇത്രയും തീട്ട കേസായി പോയില്ല നീ. പിന്നെ ഒരു കാര്യം ഉണ്ടേ, തീട്ടത്തി ചവിട്ടിയവനെ നാറത്തുള്ളൂ. അത് വേറെ കാര്യമാണ്, അത് സത്യമാണ്. നീ ഒരു തീട്ടമാണ്, നിന്നെ ഞാൻ ചവിട്ടിയാൽ ഞാനേ നാറത്തുള്ളൂ. അതാണ് അവസ്ഥ. മറുപടി തരാം. അതുപോലെ തന്നെ ഇത് ഞാൻ അന്റെ ചാപ്റ്റർ ഞാൻ നിർത്തുകയാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് എന്നെ വെച്ച് ഇനി കണ്ടന്റ് ഒരുപാട് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ഞാൻ ഈ പറയുന്ന വീഡിയോസിൽ പോലും കൂടി നമുക്ക് അവിടെ കണ്ടന്റ് കിട്ടി. ഓക്കെ, നിന്നെ വെച്ചിട്ട് കണ്ടന്റ് ഒരുപാട് കിട്ടട്ടെ, ഇനിയും ഞാൻ നിന്നെ വെച്ച് കണ്ടന്റ് ചെയ്യട്ടെ എന്നുള്ള സാധനമാണ് നീ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. തന്നെയുള്ള നിങ്ങൾ ഈ 6-ാം മിനിറ്റ് ഉള്ള സാധനം നിങ്ങൾ ശ്രദ്ധിച്ച് വച്ചോണം. ഇതാണ് അവൻ പറയുന്നത്. പക്ഷെ ഇവന് പല തന്ത ആയതുകൊണ്ട് ഇവൻ കുറച്ച് കഴിയുമ്പോൾ ഇത് മാറ്റി പറയും. അതാണ് ഞാൻ പറഞ്ഞത്. നല്ലൊരു തന്തയ്ക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനത്തെ പറച്ചിൽ അവൻ പറയത്തില്ല. പല തന്തയ്ക്ക് പറഞ്ഞുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇവൻ കാര്യം മാറ്റി മറിച്ചൊക്കെ പറയുന്നത്. നോക്കാം. ഓക്കെ, എന്നെ വിറ്റ പൈസ കുറെ എന്റെ കയ്യിലുണ്ട്. ഓക്കെ ഞാൻ കാണട്ടോ. നിന്നെ വിൽക്കാൻ നീ എന്താടേ മറ്റേ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ കൊണ്ട് ഇട്ടിരിക്കണ മറ്റേ ചിരട്ടെ നീ പറക്കി വിൽക്കാൻ നീ ഞാനടേ നിന്നെ വിറ്റന്ന്. അയ്യോ, ഇത്രയും വീഡിയോസ് ഇട്ടുള്ള കാര്യം എന്നാണ് കാണുന്നത്. ഞാൻ കൈസിന് മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ എന്റെ ആവാതെ ശ്രദ്ധിച്ചിട്ട് അപ്പൊ ഓന്റെ വീഡിയോ അതെ കൈസിന് മാത്രമേ നീ ശ്രദ്ധിക്കുള്ളൂ. ബാക്കിയെല്ലാം നിന്റെ അച്ഛന്മാരാ. ഇല്ലല്ലോ നിന്റെ അരിയടേ വാടച്ച് വേടേ ഉളുപ്പില്ലാത്തവനെ. ഇവിടെ തുടങ്ങാൻ ഞാൻ സൈഡിൽ കാണിക്കാം. ഓക്കെ, ഇവിടെ ഉണ്ട് ഇവനും കാണിക്കാൻ. ഓക്കെ, ഓക്കെ, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞു ഞാൻ ഇന്നേ വരെ ഇങ്ങനെ ഒരു റിയാക്ട് ഞാൻ ചെയ്തിട്ടില്ല. ഇതുവരെയ്ക്കും ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷെ എന്താണെന്നറിയില്ല, ഇതൊന്ന് കണ്ടപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ, എനിക്ക് പേഴ്സണൽ അറിയാം. ഞാൻ പറഞ്ഞേ ഇന്നാണ് ഞാൻ ഇവനെ ഫസ്റ്റ് ടൈം കാണുട്ടോ ഇതിന്റെ വീഡിയോ. തന്തയില്ലാത്തവനെ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യണല്ലോ നീ. എന്നെ പൊന്നടാവേ, കഷ്ടം. എന്നാ ഞാൻ ആരും കാണുന്നത്. ഞാൻ ഇന്നെ ട്രോളുന്ന ആൾക്കാർ ആർക്കാണ് പോലെ കൈസ് മാത്രം എനിക്ക് അറിയുള്ളൂ. വേറെ ആൾക്കാർ അറിയാം. സായിബോനെ എനിക്ക് മുന്നോട്ട് അവനല്ല അച്ഛൻ അല്ലല്ല കാര്യത്തിലോട്ടോ വാടേ ഗുണ വെട്ടണവൻ അറിയാം. പക്ഷെ ഇവൻ എന്നെ പറ്റി ഇങ്ങനെ വിളിച്ചെന്ന് കാര്യം എപ്പോഴാണ് അറിയുന്നത്. ഇത് മറ്റുള്ള ട്രോൾ ചെയ്യുന്ന ആൾക്കാരോടും എനിക്ക് ആരുടെ ദേഷ്യം. പക്ഷെ എന്താ അറിയില്ല, ഇവന്റെ വീഡിയോ കണ്ടതിന് മുന്നേ 2-3 വീഡിയോ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴാണ് കാണുന്നത്. അപ്പോൾ കൂട്ടത്തിലെങ്കിൽ എനിക്ക് സുഖം കിട്ടില്ല. അതുകൊണ്ട് എന്റെ സമാധാനം കൊടുക്കാണ് ഞാൻ. സുഖത്തിന് വേണ്ടിയാടാ നീ വീഡിയോ ആണ്. ഇത് കൊള്ളാലടാ, നല്ല ഫാമിലി. നിനക്ക് എന്ത് സുഖമാടാ വീഡിയോ കിട്ടുന്ന. പറയുന്നു എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിച്ചിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ ഇതാക്കി വിട്ടേക്ക്. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് കമന്റ് ഇട്ടാലും അതിന് കുറിച്ചല്ല. ഓക്കെ, ഞാൻ എന്തായാലും ചെയ്യാൻ വേണ്ടി പോകുന്നു. ഞാൻ തുടങ്ങാൻ പറ്റും. ഇത് അവൻ എന്നെ പറ്റി കേൾക്കണം. പ്രവീൺ കൊച്ചു ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മല്ലു ഫാമിലി വീഡിയോ കിട്ടണം. ഞാൻ പറയുന്ന സംഭവം കൊണ്ടാണ് മല്ലു ഫാമിലി വന്നിട്ടുള്ളത്. ഇതിന്റെ ഇടയിൽ പോയിട്ട് നീ വീണ്ടും മൂക്ക് വാങ്ങി കൂട്ടി നാട്ടുകാർ വായിക്കുന്ന കുറച്ചുകൂടി പള്ളു പിടിക്കട്ടെ കയറി ഇതിന്റെ ഇടയിൽ ഒന്നുകൂടി ഇറങ്ങി പോകാനുള്ള വകുപ്പാണ് മല്ലു ഫാമിലി നീ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഏറെ കയറുന്ന ഒരു കുടുംബത്തായിട്ട് കൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ നാട്ടുകാർ വായിരിക്കുന്ന അണക്കന്റെ പണി അണക്കന്റെ പണി അണക്ക് മാറ്റാം. എന്റെ വീടിന്റെ ഉള്ളിൽ നിന്നിട്ട് ഒരു റിലേറ്റീവ് വെച്ചിട്ട് മാറ്റാം. എന്റെ പണി അണക്കന്റെ പണി മോനെ. എന്റെ റിംഗ് ലൈറ്റ് നിന്റെ തന്ത വാങ്ങിച്ചൊന്നുമില്ല, ഞാൻ വാങ്ങിച്ചതാ പൈസ കൊടുത്തു. അല്ല നിന്റെ തന്തയല്ല എനിക്ക് റിംഗ് ലൈറ്റ് വാങ്ങിച്ചത്. ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നീ ഏത് ഇടയിൽ പോയിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നീ ഒന്ന് ആലോചിക്കും. നീ ഇപ്പൊ എന്നെ എടുത്ത് വെച്ച് നീ ഉണ്ടാക്കുന്നില്ല, അപ്പൊ നിനക്ക് കുഴപ്പമില്ല അല്ലേ? അപ്പൊ ഞാൻ നിന്നെ എടുത്ത് വെച്ചുണ്ടാക്കിയാൽ നിനക്ക് കുഴപ്പമില്ല. കൊള്ളാടാ, നീ നല്ല മോനെ. ബാക്കി പോട്ടെ, എനിക്ക് ഇങ്ങനെ ജിഗാന്ന് പറയണം. ഞാൻ തുടക്കത്തന്നെ പറഞ്ഞു അണക്കെന്താ പണി. ഇപ്പൊ ഞാൻ എനിക്കെന്താ പണിയെന്നാ? എനിക്ക് നിന്നെ പോലെയുള്ള നാറികളെ, നീയൊക്കെ കാണിക്കുന്ന ഉടായ്പ പരിപാടികളെ സമൂഹത്തിലോട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇതാണ് എന്റെ പണി. സന്തോഷമായ നിനക്ക്. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് പണിയില്ലെന്നാണ് നിന്നെ പോലെയുള്ള കുറെ പരമാറികളുടെ വിചാരം. ഇവിടെ നമുക്കൊരു കണ്ടന്റ് തപ്പണം, കണ്ടുപിടിക്കണം, എഡിറ്റ് ചെയ്യണം, വീഡിയോ ഷൂട്ട് ചെയ്യണം, ഇങ്ങനെ കുറെ പരിപാടിയുണ്ട്. നിന്നെ പോലെ എന്തെങ്കിലും വീട്ടിലില്ലാത്ത പരിപാടി നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടും കുറെ ഗെയിമിംഗ് സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടല്ല നമ്മളിവിടെ വീഡിയോ ഉണ്ടാക്കുന്നത്. സത്യസന്ധമായ ജെന്യൂനായിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കുന്നത്. നീക്ക് ജനങ്ങളെ പറ്റിച്ചല്ല ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് സൂചന. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് മോനെ നിന്നെ ഇന്ന് ഞാൻ വലിച്ച് കീഴൂടെ.
ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കാൻ എനിക്കിവിടെ ചാപ്റ്റർ ഉണ്ട്. അതായത് എന്നെ പറ്റിയിട്ട് എന്റെ വീഡിയോസിന്റെ അടിയിൽ കമന്റ്സ് കണ്ടു. അവരെ വീടിന്റെ അടിച്ച് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു മലയാളം മല്ലു ഫാമിലി പോലെ കാണിക്കാൻ. അതുപോലെ എന്നെ പറ്റിയിട്ടുള്ള തമ്പലൈനുകൾ മറ്റുള്ള ട്രോൾ ചെയ്യുന്ന ആൾക്കാർ ഇട്ടിട്ടുണ്ട്. അണക്കെന്ന് മൈര പണി അങ്ങനെ ചോദിക്കണം. അതിൽ അനക്കെന്നുള്ള പണി ഞാൻ പറയാത്ത വേറെ ഒന്നുമില്ല. എനിക്ക് പറയാറുന്നുള്ളതുണ്ടല്ല. ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ഞാൻ ആ വൈഡ് യൂസ് ചെയ്ത് നാളെ എന്നെ കണ്ടിട്ട് ഇതുപോലെ ആൾക്കാർ ഫോളോ അപ്പ് ആവണ്ട എന്നുള്ളൊരു ചിന്താഗതി. പക്ഷെ അറ്റ്ലീസ്റ്റ് നിന്റെ തന്തയ്ക്കെങ്കിലും വിളിച്ചില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ധൈര്യമായിട്ടങ്ങ് ചെയ്യുന്നത്. ഇതിൻ്റെ പേരിൽ എനിക്ക് എന്ത് നെഗറ്റീവ് വന്നാലും എനിക്കൊരു കോപ്പുമില്ല. ഞാൻ നിന്റെ തന്തയ്ക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ റീസൺ ഉണ്ട്. നീ എൻ്റെ തന്തയ്ക്ക് വിളിച്ച് അതുകൊണ്ട് ഞാൻ വിളിക്കുന്നു. നീ കേൾക്കാൻ അർഹനാണ്. പിന്നെ പുന്നാര മോനെ, പൂക്കാവടി മോനെ, പൂമുത്തത്ത് ചെപ്പശ്ശേരിക്ക് വായു. ഞാൻ പാലക്കാട് ചെപ്പശ്ശേരി എൻ്റെ വീട്. ഞങ്ങൾ വായു അണക്കുന്ന പണി. ഇപ്പം ഞാൻ 6 വർഷമായി ഇപ്പോൾ യൂട്യൂബിൽ 1700 1500 ഞാൻ വീഡിയോസിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതുവരെയും ഞാൻ മറ്റവരെ വിറ്റിട്ടല്ല ഞാൻ ഇവിടെ ജീവിക്കുന്നത്. ഞാൻ എൻ്റെ അടുക്കള കാര്യമായിട്ടോ എൻ്റെ വീടിൻ്റെ കാര്യമായിട്ടൊന്നും വിഷയമല്ല. എടാ സ്വന്തം ഭാര്യ എടുത്ത് വെച്ചിട്ട് നീ വിറ്റിട്ടില്ലടാ. സ്വന്തം ഭാര്യക്ക് അവിഹിതം എന്ന് പറഞ്ഞിട്ട് നീ കണ്ടന്റ് ചെയ്തിട്ടില്ലടാ. ഈ നാറിയാണാടാ നീ. ഈ നാറിയാണ് നീ ഇവിടെ വന്ന് ന്യായീകരണം പറഞ്ഞ. സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതമാണെന്ന് പറഞ്ഞ് കണ്ടന്റ് തമ്മനയിലിട്ട മോനാണ് നീ. ആ നിന്നെ ഇനി എന്തർത്ഥത്തിലാണ് നീ വെളുപ്പിക്കാതിരിക്കുന്നത്? എന്റെ പൊന്നാടാവേ, കഷ്ടോടാ. എടാ പോടാ, പോയി മൂട് താങ്ങ. നീ ഞാൻ എന്നെ പറ്റിയുള്ള വീഡിയോസ് മാത്രമേ ഞാൻ പോസ്റ്റ് ആക്കിയുള്ളൂ. അണക്കത്തെ പണി ഇവന്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് സംസാരിക്കണം. അണക്ക് പണി അണക്ക് വേറെ പണി. അത് ഞാൻ നീ പറഞ്ഞ കറക്റ്റാണ്. മറ്റുള്ളവന്റെ കുറ്റം കണ്ടുപിടിച്ച് സംസാരിക്കുക. നിന്റെ കുറ്റം നീ എന്താണ് സമൂഹത്തിൽ കള്ളത്തനം കാണിച്ചു, അല്ലെങ്കിൽ നിന്റെ വ്യൂവേഴ്സിന് നീ പറ്റിച്ചു, അല്ലെങ്കിൽ നിന്റെ വ്യൂവേഴ്സിന് മരണത്തിലേക്ക് കൊണ്ടാക്കുന്ന ഗെയിമുകൾ അടക്കം നീ പ്രൊമോട്ട് ചെയ്തു. അതൊക്കെ ചൂണ്ടിക്കാണിച്ചു. ഇല്ലെന്ന് പറയുന്നില്ല, ചൂണ്ടിക്കാണിച്ചു. ഇനിയും കാണിക്കും. അത് അത്ര തന്നെ. ബാക്കി എന്താ പണി? അവിടെ ഇവിടെ ഇരുന്നിട്ട് അത് മറ്റോ റിംഗ്ലൈറ്റ് വെച്ചിരുന്നിട്ട് മറ്റോനെ പറ്റി കുറ്റം പറയാം, അല്ലെങ്കിൽ നാട്ടുകാരെ നാളെ എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കിയിരിക്കുക. അതല്ല എന്റെ പണി. അത് വേറെ പണി. നീ റിംഗ് ലൈറ്റ് ഇല്ല മറ്റേ ഇടയിൽ ലൈറ്റ് എടുത്ത് വെച്ചിട്ടാ വീഡിയോ ആണ്. എനിക്ക് അറിഞ്ഞോട്ടെ. പിന്നെ നിന്റെ തന്തയല്ലേ എനിക്ക് റിംഗ് ലൈറ്റ് വാങ്ങി തന്നെ. ഞാൻ പറഞ്ഞു ഇനിയും വീണ്ടും നിന്റെ തന്തയ്ക്ക് നീ വീണ്ടും ഇട്ട് വിളി കേൾപ്പിക്കാതെ. ഈ സ്വന്തമായിട്ട് കിണ്ടിയിലെ അവരെ കണ്ടന്റ് ഉണ്ടാക്കുന്ന വീട് നീ സ്വന്തമായിട്ട് കുറെ കിണ്ടിയിലെ കണ്ടന്റ് ഉണ്ടാക്കുന്നല്ലോ. നിന്റെ കിണ്ടിയിലെ കണ്ടന്റ് എന്താ? നിന്റെ കുണച്ച കണ്ടന്റ്. നീ എന്ത് കുണച്ച കണ്ടന്റ് ആണ് അവിടെ ചെയ്യുന്നത്? സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതം, എന്നിട്ട് മറ്റേ അപ്പുറത്ത് ഒളിപ്പിച്ച് ചേർത്തിട്ട് ഇപ്പുറത്തോടി കണ്ടന്റ് ഉണ്ടാക്കുന്നത്. എന്ത് പാടാണ് ഉളുപ്പില്ലാത്തവനെ. ഞാൻ പ്രൊഫൈൽ നോക്കിയല്ലോ ഫുള്ള് മറ്റൊരു പറ്റി കുറ്റം പറയുന്നത് മാത്രമേ എൻ്റെ വീഡിയോ ഉള്ളൂ. കാരണം മറ്റേ പണി. പിന്നെ കാര്യം പറയാം, ഞാൻ പറയുന്നത് മലയാളം, നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയുന്ന മലയാളം, ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന മലയാളം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മലയാളം. പിന്നെ നീ എന്തിനാണ് അത് റിയാക്ട് ചെയ്യുന്നത്? നീ എന്താ റൈമിങ് വേണ്ടി പിടിക്കുന്നുണ്ട്. ഞാൻ പിന്നെ എന്തിനു റിയാക്ട് ചെയ്യണ? നിന്നെ പോലെയുള്ള നാരകളെ വലിച്ചു ചെയ്ത് സമൂഹത്തിന്റെ മുന്നിൽ കാണിക്കും. ഇനിയും കാണിക്കും. കൊല്ലം ചെയ്യണ്ട. നീ ആരുടെ കോമഡി പീസ് തന്നെ നല്ലു. നീ നമുക്ക് കാണാണ്ട് ഇപ്പൊ ഞാൻ വീഡിയോ ഞാൻ എന്താ പറയുന്നത് മറ്റുള്ളവർക്ക് അറിയുന്നുണ്ട്. ഞാൻ മലയാളമാണ്. എന്റെ വീടിന്റെ അടിയിൽ വരുന്ന ആൾക്കാർ കമന്റ് ഇടുന്നത് മലയാളമാണ്. എല്ലാം മലയാളമാണ്. പിന്നെ അന്നെ പോലെ ഇതിന് അവിടെ ആവശ്യമില്ല. കാരണം ഇടയിൽ വന്നിട്ട് സംസാരിക്കുന്ന ആവശ്യമില്ല. മനസ്സിലായോ? ആദ്യം നീ കാര്യം ചെയ്യും, സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ചെയ്യും. കാരണം മറ്റൊന്റെ പോയി ഉണ്ടാക്കാതെ കേട്ടോ. സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാനെന്ന് പറഞ്ഞാല് നിന്നെ പോലെ ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞ് തുറന്നു വെച്ചിട്ട് വല്ല കൊണാണ്ടർ കാര്യം കാണിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് നാണമുണ്ട്. നിന്നെ പോലെ ഉളുപ്പില്ലാത്തവനല്ല ഞാൻ. വീട്ടിൽ നടക്കുന്ന എല്ലാ തുപ്പിയും കാര്യങ്ങളും എടുത്ത് നാട്ടുകാരെ കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ എന്നെ കിട്ടത്തില്ല. എന്തുവാ ഇത് നീ കാണിക്കുന്നത്? സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതം എന്ന് പറഞ്ഞ് കണ്ടന്റ് ഇടുന്നതാണ് നിന്റെ ക്വാളിറ്റി. ഇതാണ് നിന്റെ ക്വാളിറ്റി. അടുത്ത് വീട്ടിൽ തുപ്പിയും ദൂരെ എടുത്ത് ഇടുന്നതാണ് നിന്റെ ക്വാളിറ്റി. ഉളുപ്പില്ലാത്തവനെ എനിക്ക് പോടാ വെട്ടാളിയ. നിന്നെ പറഞ്ഞു ഞാൻ ഇപ്പൊ നാക്ക് കഴിക്കണം. അത് നമുക്ക് കേൾക്കാം. ഉളുപ്പില്ലാത്തത് കൊണ്ട് തന്നെ നീ അത് നിരന്തരം കേൾക്കുന്നു. ഞാൻ മറ്റേ 2 ദിവസം മുന്നത്തെ ബ്ലോഗിൽ ഞാൻ പറഞ്ഞത് കുറെ ആൾക്കാർ അയ്യേ പൊന്നൂസ് അടിച്ചു ആയിരിക്കും ഉദ്ദേശിച്ചത്. അവർക്ക് അറപ്പാ. വല്ല അവസ്ഥയാ. നിന്റെ അവസ്ഥ മൊത്തത്തിൽ പരിതാപകരമാണ്. നീ എന്ത് പാടേ? നിന്നെ ആർക്കും വേണ്ടേ? വീട്ടിലുണ്ട്. അവൾക്ക് പോലും കടിയാൻ വേണ്ടെന്ന് അവൾ പറയാ. വല്ലാത്ത അവസ്ഥ. ഇതിന്റെ ഇടയിൽ കൂടി കയറിയിട്ട് അവിടെ പ്രവീണിനും കൊച്ചു ഒരു ഭയങ്കരമായിട്ടുള്ള വിഷയം നടക്കണം. അതിൽ പ്രവീണിന്റെ ഭാര്യയ്ക്ക് കടിയും കാര്യങ്ങളൊക്കെ കിട്ടി പാടുകളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടി നിന്റെ ഈ ഓഞ്ഞ പാടാണ് കാണിക്കാൻ നടക്കുന്നത്. നിന്റെ ഓഞ്ഞ പാട് കാണിക്കാൻ നടക്കുന്നത്. ഈ പൊന്നൂസിനെ നിന്നെ വേണ്ട. ഒരാളേക്ക് കൂട്ടി തരുമോ? പൈസ കുറച്ച് കൊടുക്കാൻ നമുക്ക് കിട്ടുമോ? കിട്ടുമോ? നിനക്ക് കൂട്ടുകൊടുപ്പാണ് പണിയെങ്കിൽ നീ അത് ചെയ്തോണ്ടിരിക്കും. അത് എൻ്റെ അടുത്തെല്ലാം ഒന്നും ചോദിക്കണ്ട കേട്ടോ. പിന്നെ ഇതിന്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ മിസ് ചെയ്ത് നോക്കട്ടെ. ഇവന്റെ അമ്മയ്ക്ക് അങ്ങാണ്ട് വിളിക്കും. വരുന്ന ആൾക്കാർ കമന്റ് ഇടുന്നത് മലയാളമാണ്. എല്ലാം മലയാളം ഉണ്ടാക്കാതെ കുറെ അന്ത വന്നിട്ടുണ്ടെങ്കിൽ കുട്ടി ഉണ്ടാക്കുന്നത് കുറെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നിട്ടുണ്ടാകും പറ്റിയിട്ട് പിന്നെ എന്റെ തന്ത വന്നിട്ടുണ്ടെങ്കിൽ കുട്ടി ഉണ്ടാക്കുന്നത് ആണോ? എന്റെ തന്ത വന്നിട്ട് നിനക്ക് കുട്ടികൾ ഉണ്ടായി തന്നത്. എടാ നാണമില്ലടാ. നിന്റെ ഭാര്യ നിനക്ക് ഇത്ര സംശയമോ? എന്റെ തന്ത എന്റെ തന്ത അങ്ങനത്തെ നിന്നെ പോലെ നഹിഹേ അങ്ങനെ വളരെ ഡീസന്റാ. പക്ഷേ എന്റെ തന്ത തന്നിട്ട് നിനക്ക് കുട്ടികൾ ഉണ്ടായി തന്നത്. നീ ഇത്ര നാച്ചായിക്കോടെ സുജിനെ. എടാ എന്റെ തന്ത നഹിഹേ അങ്ങനെ ഒരു പരിപാടിയില്ല. അങ്ങനെ വളരെ ജെന്യൂനാ. ഞാനും എൻ്റെ ചാട്ടിൽ മാത്രം തന്നെ ഉണ്ട്. അല്ല നിന്റെ തന്ത ചിലപ്പോൾ നാട്ടിൽ ഇതുപോലെ ഓടി കിടക്കുമായിരിക്കും, അല്ലെങ്കിൽ നിന്റെ അടുത്ത് ഒന്ന് ഓടി കയറുമായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഫാമിലി മാറ്റർ. അതും നീ വേണമെങ്കിൽ നാളെ കണ്ടന്റ് ആയിരിക്കും. അതൊന്നും എനിക്കൊരു വിഷയമേ അല്ല. ചോദിക്കാനാണോ ആയിരിക്കും ഉദ്ദേശിച്ചത്. വിഷയം നടക്കണം. അതിൽ പ്രവീണിനെ കാണിക്കാൻ നടക്കണം. ഈ പൊന്നൂസിനെ വേണ്ട. ഒരാളേക്ക് കൂട്ടി തരുമോ? പൈസ കുറച്ച് കൊടുക്കാൻ നമുക്ക് കിട്ടുമോ? അപ്പൊ നിനക്ക് ഈ പണിയുണ്ട്. പൈസ കിട്ടിയാൽ നീ ആ പരിപാടി ചെയ്യുമല്ലേ നാറി.
പൊന്നൂസേ കേള്, നിന്റെ ഭർത്താവായ കണ്ണാപ്പി പറയുക പൈസ കിട്ടിയാൽ വേറെ കൂട്ടി കൊടുക്കുമെന്ന്. നടക്കട്ടെ നടക്കട്ടെ. നിനക്കിനി കൂട്ടിക്കൊടുപ്പ് പരിപാടി ഉണ്ടെങ്കിൽ നിന്റെ ഉള്ളവരൊക്കെ നീ കൂട്ടിക്കൊടുത്തോണ്ടിരിക്കും. അതിന് ഞാൻ ഇനി തർക്കിക്കുന്നില്ല. അത് നിന്റെ പേഴ്സണൽ കാര്യം. അത് നീ പബ്ലിക് കൊണ്ടിട്ട് എടുത്ത് ചർച്ച ചെയ്യും. പാടാണ്. അതിന്റെ പഴയ ഫോട്ടോസ് നോക്കി മനസ്സിലാവും ഇത് പാടാണ്. അതെ എന്തേ കുഴപ്പമുണ്ടെങ്കിൽ നിന്റെ അമ്മ ആദ്യം ആർക്കെങ്കിലും പാട് ഇതുപോലെ കൊടുത്തിട്ടുണ്ടോ എന്ന് നീ പോയി നോക്കണം. ചിലപ്പോൾ നാട്ടിൽ നീ അന്ന് പറഞ്ഞില്ല ഓട്ടോ സ്റ്റാൻഡൊക്കെ, അവിടെയൊക്കെ ചിലപ്പോൾ ആൾക്കാർക്ക് പോയിട്ട് ഇതുപോലെ പാട് കൊടുത്തിട്ടുണ്ടായിരിക്കും. നീ അതാദ്യം പോയി ഒന്ന് നോക്കി നോക്ക്. ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിന്റെ അതേ സെയിം പാടുണ്ടോ എന്ന് നോക്കണം. കാരണം എങ്കിൽ കടിയുടെ ആഴം ഒരേ സെയിം കടി ആയിരിക്കും. എങ്കിൽ നോക്കിയാൽ മതി, നിനക്ക് കാര്യങ്ങളൊക്കെ അങ്ങ് ചെറുക്കട്ട് പിടികിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പൊന്നൂസേ, അവനെ പിടിച്ചൊന്ന് പോടാ, ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞു നോക്കി. എവിടെ നിന്നാ പാട് വന്നതെന്ന് പറയോ? നന്നായിട്ട് ഇടിയും കൊടുത്ത് നല്ല പിടിച്ചൊന്ന് പറഞ്ഞാൽ എവിടെ നിന്നാ പാട് വന്നേ പറയും. അവന് ചെറുപ്പത്തിലുണ്ട് പാട് നല്ല. എന്റെ തന്ത ഇയല്ല മൈര, കാരണം എന്റെ കഴുത്തിൽ എവിടെ പാട് കാര്യങ്ങളൊക്കെ അറിയാനും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യം കണ്ടുപിടിക്കാൻ ഇല്ലേ എന്റെ തന്ത. പാട് എവിടെ? ഞാനാ നിന്റെ തന്നടേ. എന്നെ നീ ഇങ്ങനെ അവിഹിതത്തിലൊന്നും കൊണ്ടിടാതെ ഞാൻ ഇങ്ങനെ ജീവിച്ചു പോട്ടേ. എന്നെ പിടിച്ച് നിന്റെ തന്താക്കണം. എടാ നിനക്ക് ഇത്ര സംശയം ഇടേ നിന്റെ വീട്ടിലുള്ളവരെയൊക്കെ? എടാ എന്നെ പിടിച്ച് എന്തിനാ നിന്റെ തന്താക്കിയത്? നഹിഹേ, ഞാൻ അത്ര കാര്യം നഹിഹേ. ഒരിക്കൽ എൻ്റെ അപ്പനെ പറയുന്ന കുറ്റം പിന്നെ പറയുന്നത് ഞാനാണെന്ന്. എന്തുവാടാ നിനക്ക് ഇത്ര ഉറപ്പില്ലാടാ നിന്റെ തന്തയാരെന്ന്? നഹിഹേ വീണ്ടും ഞാൻ എന്നെ പറ്റിയുള്ള ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ഇപ്പൊ എന്റെ ഈ ഒരു വീഡിയോസ് മുതൽ ഞാൻ എന്റെ മോട്ടിവേഷൻ ഉണ്ടാക്കാനുള്ള കാരണം എന്നെ മുന്നേ പൈസ എനിക്ക് വേണ്ട, മനസ്സിലായല്ലോ? അതായത് പൈസ ഉണ്ടാക്കാനൊക്കെ ഇരിക്കുന്ന നിങ്ങൾ കേട്ടായിരുന്നു എന്നെ പൈസ അവന് വേണ്ടെന്ന്. എടാ ഞാൻ നഹിഹേ, നീ അത്രക്കാരനായിരിക്കും. ഞാൻ നഹിഹേ, ഞാൻ അങ്ങനെ നിന്ന് തരത്തില്ല നിനക്ക്. പക്ഷേ എന്നെ അത് ചെയ്തെന്നവൻ നാണമില്ലടാ നിനക്കത് പറയാം. മുളച്ചം എന്തുവാടാ നീ ഈ പരിപാടിയൊക്കെ ചെയ്താണോ പാലക്കാട് കിടക്കുന്നത്? തോന്നി എനിക്ക് അപ്പോഴേ ആ നിപ്പോഷം കണ്ടപ്പോഴേ തോന്നി നീ ഇമാതിരി പരിപാടിയാണ് ചെയ്യുന്നതെന്ന്. ഇപ്പം മനസ്സിലായി അത് തന്നെയാണ് തരം പരിപാടിയാണ്. മറ്റുള്ളവന് പോയിട്ട് കൊടുക്കുക. കൊള്ളാം. നന്നായിട്ട് അറിയാം. എന്നെ പറ്റി ഇരുന്ന വീഡിയോസിൽ മോട്ടിവേഷൻ ഞാൻ എനേബിൾ ആക്കുന്നില്ല. അത് ഞാൻ അതിന്റെ ഈ എനേബിൾ ആക്കുന്നില്ല എന്നുള്ള വീഡിയോ ഞാൻ നാളത്തെ എന്റെ വീഡിയോസിൽ കൊടുക്കാൻ ഞാൻ കേട്ടോ. നീ പിന്നെ കൊടുത്തോന്ന് എനിക്ക് മറ്റേ ചക്കക്കുരു ആറ്റി വെച്ച മെഴുകു പോലെ അല്ലേ എനിക്ക് തോന്നുന്നത്. പിന്നെ നിന്റെ മോണിറ്റൈസേഷൻ നീ ഓഫാക്കി വെച്ചാൽ നിനക്ക് നഷ്ടം, എനിക്കൊന്നും നഷ്ടം. ഞാൻ ഓണാക്കി വെച്ച് എൻ്റെ വീഡിയോ ആണ്. എനിക്ക് ഭ്രാന്തൊന്നും ഓഫ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ. നിനക്ക് തലയ്ക്ക് പോകുന്നതല്ല, നീ ഓഫാക്കി വെച്ചിട്ട് വീഡിയോ ആണ് മണ്ടൻ. അല്ലാതെ ഞാൻ എന്ത് പറയാം? നമ്മളെല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് വീഡിയോസ് ഇടുന്നത്. പിന്നെ അതിൽ എത്തിക്സ് കാണിക്കും. ഇവൻ അതില്ല, ഇവൻ പൈസയ്ക്ക് വേണ്ടി മാത്രം വീഡിയോ ചെയ്യുന്നു. തമ്മിലുള്ള വ്യത്യാസം അത്രേ ഉള്ളൂ. കാരണം ഇവനെ മുമ്പിലുള്ള വീഡിയോ എന്റെ പേയ്മെന്റ് എനിക്ക് വേണ്ട. വീണ്ടും ഞാനത് വച്ച് തന്നിട്ടില്ല നിനക്ക്. ഞാൻ നിന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്. നഹീഹ് വീണ്ടും എന്നെ കൊണ്ട് അത് ചെറുപ്പത്തിലുള്ളതാണ്. നിങ്ങൾക്ക് ഇതിന്റെ പഴയ വീഡിയോ ഞാനിതിപ്പോഴാണ് ഇതുവരെക്ക് ഞാൻ ഇതിനെ പറ്റി ഇതാക്കിയ ഞാൻ പറയുന്നത് കണ്ടത്. ഞാൻ ഇതുവരെക്ക് എന്റെ വീഡിയോസിന് ഒരു മറ്റേ മിസ്റ്റേക്ക് കൊടുക്കുക ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഇപ്പോഴും ചെയ്യുന്നില്ല. കാരണം അങ്ങനെയെങ്കിൽ നീ ജീവിക്കണം അതിന്റെ മോനെ, ജീവിക്ക്. എടാ പൂക്കാവടി മോനെ, നീ ഇപ്പോഴും പറയുന്നുണ്ട് എനിക്ക് സ്ട്രൈക്ക് തരത്തില്ല. പറഞ്ഞ വാക്കിൽ നല്ല തന്നയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഉറച്ചു നിൽക്കണം. മനസ്സിലായോ കാവടി മോനെ? അല്ലാണ്ട് വന്നിരുന്നിട്ട് ആദ്യം പറയും സ്ട്രൈക്ക് തരത്തില്ല, ലാസ്റ്റ് പറയും സ്ട്രൈക്ക് തരുമെന്ന്. ഏതെങ്കിലും മോനെ പറഞ്ഞ തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ളത് കേട്ടോ. ഇവനെ കൊച്ചപ്പോൾ പരസ്യമൊക്കെ ഇറങ്ങുന്നത് ഇവനെ കൊണ്ട് വലിയ ശല്യമായില്ല. ഇവനെ പോലത്തെ നിങ്ങളൊക്കെ എന്ത് പറയുന്നു ഗൈസ് ഇതൊക്കെ കണ്ടിട്ട്? നോക്കണം, കാരണം എന്റെ പണി അതാണ്. കാരണം മറ്റേ കഴുകനെ പോലും നോക്കിയിരിക്കുക, മറ്റൊന്നും കുറ്റങ്ങളുള്ളത് കണ്ടുപിടിച്ച് സംസാരിക്കണം. അതാണ് എന്റെ പണി അതല്ല, മനസ്സിലായല്ലോ? എനിക്കുള്ള വീഡിയോസും കാര്യങ്ങളും എനിക്ക് എങ്ങനെ നടക്കാനുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എന്തായാലും ഞാൻ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പബ്ലിക്കിലേക്ക് സംസാരിക്കുന്നു. നീ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ജീവിക്കുന്നു. ഇതാണ് ഞാൻ നീ തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ ചെറുകെട്ടായിട്ട് പിടിയിട്ടല്ലോടെ സിജിനെ അതിന്റെ ഒരു കാണേടി തോനെ പോയി ഇതാക്കിയിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതാക്കിയിട്ടില്ല. എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ എന്റെ വീടിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന വീഡിയോസ് തന്നെയാണ്. ഓക്കെ, ഞാനും എൻ്റെ വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് എടുക്കണം. നീ എന്ത് വെളുത്തണോടാ ബോധമല്ലാത്തന്നെ വിളിച്ചു പറയുന്നത്? ഞാനും എൻ്റെ വീട്ടിൻ്റെ അകത്ത് തന്നെ വീഡിയോ എടുക്കണം. ഞാൻ പിന്നെ നിന്റെ വീട്ടിൻ്റെ അകത്ത് വന്നിരുന്ന് നീ വീഡിയോ എടുക്കണോ? എന്ത് വേണം പറയുന്നേ? എനിക്കൊന്നും പിടിയിട്ടില്ലേ? അതെ, അത് ഇയാളുടെ മൈര തീരുമാനിക്കുന്നത്. ഞാൻ ചെയ്തോ ചെയ്തില്ല കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കുന്നത്. അതെ, ഞാനാണ് ചിലപ്പോഴൊക്കെ തീരുമാനിക്കുന്നത്. നിനക്ക് വല്ലതും ചെയ്യാണ്ട, നീ പോയി ഗ്യാസ് കൊടുക്കും. ഞാനാണ് തീരുമാനിക്കുന്നത് വല്ലതും ചെയ്യാണ്ടേ. ഓടാ വാപ്പിളേ. ഞാൻ വിചാരിച്ചു എനിക്ക് കുറേ പേര് മെസ്സേജ് വെച്ച് വിളിച്ച് മല്ലു ഫാമിലി എന്നെ എടുത്ത് അലക്കി എൻ്റെ കമന്റ് ബോക്സിലും വന്ന് ഇതെന്ത് പാടറാന്ന് പറഞ്ഞ് കയറി കഴിയുമ്പോൾ അയ്യേ ഇതാണ് സംഭവം. ഞാൻ വിചാരിച്ചു വേറെ എന്തോ വലിയ സംഭവമൊക്കെ നടന്നു നിന്റെ ഇടയിൽ ചരിത്രം എന്തോ.
ഇതിന് മാനസികമായിട്ട് കുഴപ്പമുണ്ട്. ഇത് ഞാൻ ഇവനെ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇവിടെ അവസാനമായിട്ട് ലാസ്റ്റായിട്ട് ചെയ്യണം. ഇവനെ ഒരു ശീലം ഞങ്ങളുടെ ഇവന് ഇവൻ ഈ ഒരു വീഡിയോ വെച്ചിട്ട് ഇവൻ ഇനി ഒരു 10 ദിവസം വീഡിയോ അല്ലേ തോന്നുന്നത് ഇവന് 10 ദിവസം ഇതിനെ വെച്ചിട്ട് വീഡിയോ. പിന്നെ 10 വീഡിയോ നീ ആരട് നീ വല്ല ഉടായ്പ കണ്ടിട്ട് ഇനിയും ചെയ്യൂടെ, അതുള്ള കാര്യം. അല്ലാണ്ട് നിന്നെ 10 ദിവസം വെച്ച് വീഡിയോ ഉള്ള ക്വാളിറ്റി ഒന്നും നിനക്ക് ഇല്ല. ഐശ്ശി അത്രയ്ക്കൊന്നും നോക്കില്ല, നീ വിചാരിക്കില്ല, ചിന്തിക്കല്ലോ ഷൊണ്ണേ മണ്ണേ ഷിന്നെ ചെയ്യും ഉറപ്പാണ്. എന്തായാലും അങ്ങനെയൊക്കെയും പബ്ലിസിറ്റി നിൽക്കുന്നുണ്ട്, അതൊക്കെ നല്ല ഉറപ്പാണ്. കാരണം അതുള്ളതാ, എന്നെക്കാളും പബ്ലിസിറ്റി ഒക്കെ നിനക്കുണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. നാട്ടുകാരെ മൊത്തം മുഞ്ചിച്ചതിനുള്ള പബ്ലിസിറ്റി നിനക്കുണ്ട്. ഒന്നുമില്ലെങ്കിൽ ആ ഒരു രീതിയിൽ നീ ഫേമസ് ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ. ഉടായ്പ ഫാമിലി വ്ളോഗർ, നാട്ടുകാരെ മുഞ്ചിക്കുന്നത്, ഇതൊക്കെ റിലേറ്റ് ആയിട്ട് നിനക്ക് ഭയങ്കര മതിപ്പാണ് ജനങ്ങളുടെ ഇടയിൽ. ചെറുക്കട്ടെ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തോന്നുള്ളതല്ല, എന്തായാലും അന്നേക്കായും ആൾക്കാർ ഇന്നറിയാം. അതിനിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ അന്നേക്കായും പബ്ലിസിറ്റി എനിക്കുണ്ട്. അത് നല്ല അതുള്ളതാ. നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്നല്ല, നെഗറ്റീവിലാന്ന് നിന്നെ അറിയുന്നത്, അതാണ് നിന്റെ ക്വാളിറ്റി. ബോധ്യമുണ്ട് എനിക്ക്. ഈ എന്തായാലും മറ്റവനെ ഊറ്റി ജീവിക്കാൻ ശ്രമിക്കുക, അല്ലാണ്ട് പറ്റി വേറെ വർത്താൻ നമ്മളെ തൊട്ട് വരണം. ഞങ്ങൾ കേൾക്കട്ടെ, പറഞ്ഞ് കേൾക്കട്ടെ മോനെ, കേൾക്കട്ടെ. എന്തുവാ സുജിരായത്, നമ്മൾ തമ്മിൽ ഇങ്ങനെയാ? എന്തു പറയുന്നത്? അതെപ്പോഴാണ് മൈരാൾക്ക് മനസ്സിലായത്? എന്റെ നാവ് കൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയത്, മനസ്സിലായല്ലോ. എന്റെ നാവാട്ടം കൊണ്ട് എന്റെ വർത്തമാനം കൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ എത്തിയത്, മനസ്സിലായോ? അല്ല നീ നാവാട്ടം കൊണ്ടല്ല, നീ ഉടായ്പിലൂടെയാണ്, നാട്ടുകാരെ പറ്റിച്ചാണ് നീ ഇതുവരെ എത്തിയത്. അങ്ങനെയാണ് പറയണത്. എടാ നമ്മളൊക്കെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാ, അല്ലാണ്ട് വീട്ടിലുള്ള എല്ലാവരെയും പിടിച്ചിരുത്തി വീഡിയോയും ചെയ്ത് അവരെ എല്ലാവരെയും കൊണ്ട് അഭിനയിപ്പിച്ച് അതിൻ്റെ ഇടയിൽ കുറേ ഓഡിയൻസിൻ്റെ സ്നേഹവും ഒക്കെ പിടിച്ചു വെട്ടിയിട്ട് അവരെ പറ്റിക്കുന്ന രീതിയിൽ കണ്ടന്റ് ഇട്ട് അങ്ങനെയൊന്നുമല്ല നമ്മൾ കയറി വന്നത്. ഇന്ന് എനിക്ക് 90K മുകളിൽ കുറച്ചുകൂടി സബ്ബുണ്ട്. അത് ജെന്യൂനായിട്ട് എന്നെ കണ്ടിഷ്ടപ്പെട്ട് എന്നെ സബ് ചെയ്ത് വന്നവരാ. അല്ലാതെ നിനക്ക് ലക്ഷക്കണക്കിന് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ട് നീ വലിയ പുള്ളിയാണെന്ന് നീ വിചാരിക്കരുത്. എന്നെക്കാളൊക്കെ കുറച്ച് കാശ് എനിക്ക് കൂടുതലാണ്, പക്ഷെ അതിൻ്റെ കഴിപ്പ് നീ എൻ്റെ അടുത്ത് കാണിക്കാമെന്നല്ലേ. നടക്കത്തില്ല മോനെ. കാശിൻ്റെ പവർ വെച്ച് അവിടെ ചുരുട്ടി വെച്ചോണ്ടിരുന്നത്, ഇങ്ങോട്ടുണ്ടാക്കാൻ വരണ്ട, ഇവിടെ വന്നാൽ കളി മാറും, അത്ര എനിക്ക് പറയാനുള്ളൂ. 10 രൂപ പോലും എടുക്കാതെ ഓട്ടോറിക്ഷ ഓടിച്ച് നടന്നാൽ ഞാനവിടെ എത്തിയില്ലേ, അതിൻ്റെ മിടുക്കൻ തന്നെ. ഓക്കെ, അതെന്നാ പറഞ്ഞ 10 രൂപ എടുത്ത് ഓട്ടോറിക്ഷ ഓടിക്കാനില്ലാത്ത നീ ഇതുവരെ എത്തിയെങ്കിൽ നാട്ടുകാരെ പറ്റിച്ചെത്തിയതെന്നേ ഞാൻ പറയത്തുള്ളൂ. അമ്മാതിരി രീതിയിലാണ് നീ കണ്ടന്റ് ഇട്ടുകൊണ്ടിരുന്നത്. കുറെ പാവപ്പെട്ട അമ്മമാരുടെയും സ്ത്രീകളുടെയും ആ ഒരു സ്നേഹം പിടിച്ചു പറ്റി നാട്ടുകാരെ മുഞ്ചിച്ച് വീഡിയോ ചെയ്തു. അത് ഞാൻ വീണ്ടും പറയടെ. എന്തായാലും ഞാൻ മറ്റേ മുമ്പ് മോണിൽ അങ്ങനെ നീ നേരത്തെ പറഞ്ഞില്ല എൻ്റെ അന്നു ഞാൻ തരൂല എനക്ക്, നീ പോടാ കൊതിയ. നീ ഇത്രയും കൊതിയനായിരുന്നല്ലേ? ഒരു കൊതിയും തന്നെ, 1.5 കൊതിയ നീ. കൊച്ചു കള്ളൻ. എനിക്ക് മനസ്സിലായി നിന്റെ ഉദ്ദേശം. ഒരു കാര്യം ചെയ്ത് മറ്റേ വീഡിയോ കാണുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. കാരണം എൻ്റെ വീഡിയോസിൻ്റെ കണ്ണെടുത്ത് മാറ്റി, കാരണം എൻ്റെ കണ്ണടയിലെ റിംഗ് സംഗതി കാണാനുണ്ടോ. അപ്പോൾ ഈ കണ്ണട വാങ്ങിച്ചതും റിംഗ് ലൈറ്റ് വാങ്ങിച്ചതും എൻ്റെ പൈസ. പിന്നെ കണ്ണട വെച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു കോൺഫിഡൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എന്നെപ്പോലെ നാട്ടുകാരെ പറ്റിക്കുന്നില്ലല്ലോ. ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്, മാറ്റിയേക്കും. ഓക്കെ, അത് നീ കാണുന്ന എന്തിന്? നിന്റെ അടുത്ത് ആര് കാണാൻ പറഞ്ഞു? എനിക്കറിയാം എൻ്റെ വീഡിയോ കാണുന്ന ജെന്യൂൻ ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്, അത് മതി. നിന്നെ പോലത്തെ ഒരു കണഞ്ചാൻ്റെ ഇത് വേണ്ട എനിക്ക്. അത് അത്രയ്ക്ക് ഇത്ര തന്നെ. അവൻ എന്നെ പറ്റി കേട്ടുകൊണ്ടിരിക്കട്ടെ, സ്കിപ്പർ കളയുന്ന അവിടെ ഇങ്ങോട്ടെ. അത് നോക്കണമെന്നുള്ളത് ഇരിക്കുന്നതല്ല, എല്ലാവർക്കും പ്രശ്നം. അണക്ക് 500 പ്രശ്നമാണെങ്കിൽ എനിക്ക് ഇവിടെ ലക്ഷങ്ങളുടെ പ്രശ്നമാണ്, മനസ്സിലായോ? ഞാൻ ഓട്ടോ നമുക്ക് എനിക്ക് 100-200 പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ ലക്ഷങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിന് പറയുന്നുണ്ടോ ഇയാളെ നിന്റെ ലക്ഷങ്ങളെ പ്രശ്നം എനിക്കറിയാം. നാട്ടുകാരെ മുഞ്ചിച്ച് വീഡിയോ ചെയ്യുന്നതിൽ നിനക്ക് ലക്ഷങ്ങളുടെ പ്രശ്നം വരും. പ്രശ്നമില്ലാത്ത ആള്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, മനസ്സിലായി? അത് ചിന്തിക്കാൻ ഒരു ബുദ്ധി വേണം. നമുക്ക് നമുക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നത് എൻ്റെ വീഡിയോ കണ്ടിക്കാൻ തോന്നിയത്. നിനക്ക് പിന്നെ ഭയങ്കര വെളിവാണല്ലോ, അതിന്റെ ഇതാണല്ലോ കാണിക്കുന്ന കഴപ്പോണി. നല്ലൊരു ഡോക്ടറെ കാണിക്കാൻ എൻ്റെ വീട്ടിൽ അച്ചാരെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും കൊണ്ട് കാണിക്കാൻ പറയുന്നേ. ഇപ്പം നിന്റെ അച്ഛനെ കൊണ്ട് ഞാൻ പറയുന്നില്ല, കാരണം നിന്റെ അച്ഛനും ചിലപ്പോൾ വയ്യായിരിക്കും. അതുകൊണ്ട് നീ എൻ്റെ അച്ഛനും കൂടി പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം ഡോക്ടറിനും കൂടി വട്ടാവുന്ന സ്ഥിതി ആയിരിക്കും. അതുകൊണ്ട് നീ പോകാതെ വീട്ടിൽ ഇരി. ചങ്ങല കീടേണ്ട സമയം കഴിഞ്ഞു നിന്നെ. അതാണ് എൻ്റെ സത്യാവസ്ഥ. സുജിന, എന്തു വേണ്ട നീ? ഞാൻ നാട്ടുകാരെ പറ്റി ചൂണ്ടിച്ച് ജീവിക്കാൻ കൂട്ടിക്കോ. ഈ എന്താ മൈരയുണ്ട് മറ്റൊരു കുട്ടികൾ കണ്ടുപിടിച്ച് പറയുന്നത്. പണ്ടോട് ഞാൻ കാര്യം പറ്റേ എന്റെ വീട് എടാ ഉറപ്പില്ലാത്തതാണ്, നിനക്കത് മനസ്സിലാവില്ല. നിന്നെപ്പോലുള്ളവരെ ഉടായ്പ കാണിച്ച് ജനങ്ങളിലേക്ക് ചൂണ്ടിക്കാണിക്കൂടേ, അത് നീ മനസ്സിലാക്കടേ. നീ എന്ത് പേടേ, എന്ത് കോക്കനട്ടാടേ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടോ? ഞാൻ എന്താ പറഞ്ഞുള്ള കാര്യങ്ങൾ എന്റെ വ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് അത് അറിയുന്നുണ്ട്. ഞാൻ മലയാളത്തിലാണ് സംസാരിച്ചുള്ളത്. എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർ മലയാളികളാണ്.
ഞാൻ പിന്നെ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. നിന്നെ പോലെ ഭയങ്കര സെറ്റപ്പ് ഒന്നുമല്ല, എങ്കിലും അത്യാവശ്യം വായിക്കാനും അർത്ഥം മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്ക് ഇംഗ്ലീഷിലുണ്ട്. നിനക്ക് വിവരം ബോധമില്ലെന്ന് എനിക്ക് നേരത്തെ അറിയാം. മലയാളത്തിനെയും കൂടി നശിപ്പിക്കാനായിട്ട് മലയാളി എന്ന് പറഞ്ഞ് മല്ലു എന്നും പറഞ്ഞ് പേര് വിട്ട് നാണം കെടുത്തി ആകെ ചളവും കുളവും തന്നെ. അവർക്കത് മനസ്സിലായി. അതുപോലെ തന്നെ എന്റെ വീഡിയോയിൽ കമന്റ്സ് ചെയ്തത് ആ കമന്റ്സ് വായിക്കാനും മറ്റാൾക്കാർക്ക് അറിയാം. പിന്നെ എന്ത് കിണ്ടിക്കുന്നത് അവിടെ കൊണക്കുന്നത് അതെനിക്കറിയാത്തത് എന്തിനാ കൊണക്കുന്നത്? എന്റെ മുത്തുമണിക്ക് നന്നായിട്ട് പൊള്ളുന്നുണ്ട് ഏട്ടാ. നിന്റെ വിടായ്പുള്ള ചുണ്ടി കാണിക്കുന്ന അങ്ങോട്ട് ചെറിയുന്നുണ്ടടാ ചക്കരെ ചക്കരെ. വീഡിയോസ് ഇട്ട് നടക്ക് മോട്ടിവേഷൻ ഇല്ലേ? അതൊക്കെ ഞാൻ കാരണം പൈസ ഉണ്ട് അതുകൊണ്ട് ജീവിച്ചു പോകാം. എടാ ഉണ്ട്, എനിക്കും അത് തന്നെ പറയാനല്ല. നീ എന്നെ വെച്ചിട്ട് നീ ഉണ്ടാക്കുന്നില്ലേ, നീ അത് കണ്ടന്റ് അല്ലേ ചെയ്യുന്നത്? എടാ നീ ഇവിടെ പിന്നെ എന്ത് കീരത്തിനാണ് ചെയ്യുന്നത് കണ്ടന്റ്? ഇത് കേക്കിനെട്ടാ നീ പറയുന്നത്? ഇത് കേക്കിനെട്ടാ? ഞാൻ പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് വീഡിയോ, ഇല്ലെന്നൊന്നും പറയില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ എത്തിക്സ് ഒരു വിഷയം വരുമ്പോൾ നമുക്ക് കാണുമ്പോൾ അതിലുള്ള അഭിപ്രായം പറയും. നീ എന്ത് തേങ്ങയായി പറയുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കിഴങ്ങേശ്വരേ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ വെച്ച് വീഡിയോ ചെയ്യാൻ പാടില്ല. ആണാണെന്നുണ്ടെങ്കിൽ വെല്ലു വിളിക്കാൻ ഞാൻ അല്ലെങ്കിൽ പിന്നെ അതിന് നിന്നെ വെച്ച് വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല. നിനക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണ് നീ ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് ഇടും, ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഇപ്പം നിനക്ക് ആണോ പെണ്ണോന്ന് നിനക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. വീഡിയോ ആയിരിക്കേണ്ട കാര്യമില്ല. നിനക്ക് അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ട് കാണാൻ കൊതിയായിട്ട് മുട്ടി നിൽക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ അയച്ചു തരാം. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? നിൻ്റെ ഒരു ആഗ്രഹമില്ല, അന്ത്യാഭിലാഷമായിട്ട് ഞാൻ കൂട്ടിക്കോളാം. അല്ല ഇപ്പം എന്ത് പറയാം? മനസ്സിലായോ? അതിന്റെ മോട്ടേജ് ഓഫ് ആക്കി വെച്ചിട്ട് ചീത്തയും മരുന്ന് വായില്. എടേ ഞാൻ മോണിറ്റൈസേഷൻ ഓണാക്കി വെച്ച് വീഡിയോ നിന്നെ പോലെ ഗീരത്ത് എടുക്കാനല്ല, പൈസയ്ക്ക് വേണ്ടി തന്നെ. ഇത് മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്തവനെ ഇവനെയൊക്കെ പിടിച്ച് ആരടാ ഇവിടെ ഇതുവരെ എത്തിച്ച് സബ് കൊടുത്ത് വിട്ടത്? എനിക്ക് മനസ്സിലാവുന്നൊന്നും. പൈസക്ക് വേണ്ടല്ലേ കളപ്പരിമാനെ എന്തിനു വേണ്ടിയിട്ട് വീഡിയോ? ഇപ്പം വിളിച്ചില്ല, ഞാൻ നിന്റെ തന്തയെ വിളിച്ചാൽ മതി. അങ്ങേർക്കാണ് അത് ചേരുന്നത്. കാരണം അങ്ങേര് നിന്നെ പോലത്തെ ഉണ്ടാക്കിയിട്ട് വാഴയിലും വാഴയായി മാറിയ അവസ്ഥയാണ്. നിന്നെയൊക്കെ പോലെ ഓരോരുത്തന്മാരും മക്കളായിട്ട് പറഞ്ഞു വാഴയിലും പടുവാഴയിലും അവസ്ഥയാണ് അങ്ങേരെ അവസ്ഥ. കുറെ കാലം കൊടി പിടിച്ച് നടന്നു തന്നെയാണ് ഞാനും. മനസ്സിലായി? നീ ആരാ കൊടി പിടിച്ച് നടന്നു? പിന്നെ നിനക്ക് കൊടിയെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയാമോ? എന്ത് കീരത്ത് അറിയാം നിനക്ക് കൊടി എന്താണെന്ന്? കൊടി പോലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവൻ നേരെ പറയുന്നത് കൊടിയെന്നാണ്. അതാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ്, ഇത്രേ ഉള്ളൂ. കണ്ട ഇവനെയൊക്കെയാണ് നിങ്ങൾ ഈ ലെവലിൽ കൊണ്ടെത്തിച്ച് വെച്ചിരിക്കുന്ന ആൾക്കാരെ. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആയിട്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയാണ് ഞാൻ കൊടി പിടിച്ച് നടന്നു. അവൻ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞപ്പോൾ അവൻ ഒറ്റ അർത്ഥം അറിയാം, പാർട്ടി. ഇതാണ് അവൻ കൊണ്ടിട്ട സാധനം. ഇത്ര വിവരമില്ലായ്മയാണ് ഇവൻ്റെയൊക്കെ അവസ്ഥ. ആദ്യം ഗൂഗിൾ എടുത്തിട്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞിട്ട് മീനിങ് നോക്കടായി. കീരത്ത് പോലും അറിഞ്ഞു വളർത്താൻ വെട്ട വളിയാ. ബോധിപ്പിക്കണം ഒരു നിർബന്ധം പെടില്ല. മനസ്സിലായല്ലോ? പിന്നെ അന്റെ പോലെ വീടിന്റെ ഉള്ളിൽ കുത്തിരിക്കലല്ല എന്റെ പണി. മനസ്സിലായല്ലോ? നീ പിന്നെ കക്കൂസിന്റെ അകത്ത് കുത്തിയിരിക്കല്ലേ? ഞാൻ റൂമിൽ വീട്ടിൻ്റെ അകത്തിരിക്കും, നീ കക്കൂസിന്റെ അകത്ത് കുത്തിയിരിക്കല്ലേ? എന്നിട്ട് അവിടെ ആയിരുന്നു നേരത്തെ പറഞ്ഞ പരിപാടി ചെയ്യും. ഓക്കെ. യൂട്യൂബിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുപോലെ നാട്ടിൽ പോവാം. ചേച്ചി പറഞ്ഞാൽ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. എൻ്റെ വീട് എനിക്കറിയില്ല. നേരെ പാലക്കാട് വന്നിട്ട് ഷൊർണൂർ വന്നിട്ട് നേരെ ചെറുപ്പശ്ശേരിക്ക് പോവാം. ചെറുപ്പശ്ശേരിയാണ് ഞാൻ. ചെറുപ്പശ്ശേരി ഒട്ടും അറിയാം. ചെറുപ്പശ്ശേരിക്ക് പോവാം. ചെറുപ്പശ്ശേരി ആരെടുത്ത് മല്ലു ഫാമിലി വീട് എവിടെ ചോദിച്ചാലും അല്ലെങ്കിൽ മഞ്ചക്കല്ല് ഓട്ടോ സ്റ്റാൻഡിലാണ് ഓട്ടോ ഓടിച്ചത് അവിടേക്ക് പോവാം. ആണാണെന്നുണ്ടെങ്കിൽ വെല്ലു വിളിക്കാൻ ഞാൻ ഈ പബ്ലിക് ഇതായി. ആണാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ സാധനം നിനക്ക് അയച്ചു തരാം. കാണുമ്പോൾ നിനക്ക് പിടികിട്ടും. എന്തായാലും നിന്റെനേക്കാളും വലുതായിരിക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിനക്ക് അതിനുള്ള ഉണ്ടെന്ന് തോന്നില്ല. തവിടെ നിൽക്കട്ടെ, ഞാൻ അതിലോട്ടൊക്കെ അറിയാം. വേറെ ലെവലിൽ ചർച്ച പോകും. പിന്നെ ഒരു കാര്യം കിട്ടി, ഞാൻ എന്തിൻ്റെ അങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വരുന്നത്? എന്ത് കീരത്തിന്? എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ചോദിക്കുകയാണ്. നിന്നെ കാണാൻ ഞാൻ വന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? എന്ത് ചെയ്യണോ? നീ എന്തുമാണ് ഇത് പറയുന്നത്? ഇവന് ബോധമില്ലേ? ഇത്രയും എത്ര ആൾക്കാർ കാണുമെന്നും അറിയില്ല. മറ്റേ ഈ യൂട്യൂബിലായിട്ട് ഞാൻ വെല്ലു വിളിക്കാണ്. എന്നെ വെച്ച് കാശ് ഉണ്ടാക്കാതിരിക്കും. മനസ്സിലായോ? ഈ അത്ര വലിയ ആൺകുട്ടിയാണ്. നമുക്ക് എൻ്റെ അടുത്ത് വല്ലതുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യും മോട്ടിവേഷൻ എപ്പോഴും പറയണോ അന്നെ വെച്ച് ചെയ്ത വീഡിയോസ് മോട്ടിവേഷൻ ഓണാക്കില്ല. അത് ഡയറക്റ്റ് വേണമെങ്കിൽ വന്ന് നോക്കാം. അല്ലെങ്കിൽ പിന്നെ എനിക്കിനി അതല്ല പണി. ഇനി ഇവിടെ നിന്ന് കെട്ടിയെടുത്തുകൊണ്ട് നിന്റെ അവിടെ പാലക്കാട് ഒന്ന് തൊണ്ണൂറൊന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോ സ്റ്റാൻഡിൽ വന്നിട്ട് നിന്റെ വീട് അന്വേഷിച്ച് വന്നിട്ട് അവിടെ വന്നിട്ട് നിന്റെ ഫോൺ മേടിച്ചിട്ട് നിന്റെ മോണിറ്റൈസേഷൻ ഓണോ ഓഫോ എന്ന് ഞാൻ നോക്കണമല്ലേ? നിനക്ക് ഇത്ര ബോധം ഉണ്ടായിരുന്നാടാ? ബോധമില്ലാത്തവനെ. കുറച്ചെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ വിവരം ഇല്ലാത്തവനെ എന്ന് വിളിക്കായിരുന്നു. ഇത് ഒരു ബോധവും ഇല്ല, പൊക്കണവും ഇല്ലാത്തവനെ ഞാൻ എന്ത് വിളിക്കാൻ? അറിഞ്ഞൂടാ. വീഡിയോസ് നാളെ ഞാൻ ഇടും. മനസ്സിലായല്ലോ? എനിക്ക് അന്നെ കിട്ടിയ പൈസ എനിക്ക് വേണ്ട. ഓക്കെ, അത് തീർന്നു. അപ്പൊ ഈ അല്ലെങ്കിൽ അവന്റെ മുഖം ചെരിഞ്ഞിട്ടാണ്. അല്ലെങ്കിലും അവൻ്റെ മുഖം ചരിഞ്ഞിട്ടാണ്. ഓക്കെ, എൻ്റെ മുഖം ചരിഞ്ഞിട്ടാണ്. നിനക്കൊന്നുമല്ല ദണ്ണുണ്ടോ? എൻ്റെ മുഖം ചരിഞ്ഞിട്ടാണെങ്കിൽ അതെൻ്റെ ഇത് നിനക്കൊല്ലം ചെയ്യാണ്ട. ഇവിടെ അവിടെ തന്നെ നിൻ്റെയൊക്കെ ഉള്ളിലുള്ള വിഷം തുപ്പുകയാണ്. ബോഡി ഷെയ്മിങ്, ഒരാളുടെ മുഖത്തിനെ വെച്ചിട്ടുള്ള ഒരു അഡ്രസ്സിങ് കാര്യങ്ങളൊക്കെയാണ് നീയൊക്കെ തുപ്പുന്നത്. ഇവിടെ എൻ്റെ മുഖം ഇങ്ങനെ ആയത് എങ്ങനെയാണെന്ന് എനിക്കറിയാം.
ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അതിനുശേഷം ഞാൻ ആ ഒരു സ്റ്റേജിൽ നിന്നൊക്കെ കടന്ന് ഇന്ന് ഈ ലെവലിലൊന്നും ചവിട്ടിയിരിക്കുന്നെങ്കിൽ അത് എൻ്റെ കഴിവായിട്ട് തന്നെ കൂട്ടുന്നു. നിന്നെ പോലെ നാട്ടുകാരെ പറ്റിച്ച് ഇന്നവരെ വീഡിയോ ചെയ്തിട്ടില്ല. എടാ നിൻ്റെയൊക്കെ ഉള്ളിലെ വിഷമാണ് നീയൊക്കെ ഇപ്പോൾ തുപ്പിയത്. എൻ്റെ മുഖം ചരിഞ്ഞിരിക്കണം. അപ്പം തന്നെ നിനക്കൊക്കെ ആലോചിച്ചൂടെ ഇവൻ്റെയൊക്കെ ഉള്ളിൽ എന്തുമാത്രം കൊടിയ വിഷമാണ് നിറഞ്ഞു നിൽക്കുന്നത്. അത്രേ ഉള്ളൂ. പോയിസൺസ് മോൺഷ്. മാല ഞാൻ കണ്ടുണ്ട്, ഇതിങ്ങനെ വെക്കണ്ട, ഇങ്ങനെ വെച്ചാ. പിന്നെ എൻ്റെ മാല ഇങ്ങനെ തന്നെ ഇടും. അരിഞ്ഞാണോന്നല്ലല്ലോ എടുത്ത് പൊക്കി കാണിക്കാതിരിക്കാൻ. ഞാൻ മാല വാങ്ങിച്ചിട്ടത് കാണാൻ തന്നെയാണ്. പിന്നെ എന്തിന് എനിക്ക് അരിഞ്ഞാണ് വാങ്ങിച്ചിട്ടാ പോലെ ആരും കാണാതിരിക്കാനാണെങ്കിൽ. എന്ത് വേണ്ട കോക്കനട്ട് ഒരു വിവരമില്ലാത്തതിൻ്റെ എക്സ്ട്രീം ഇവന് വല്ല അവാർഡും കൊടുറേ വിവരമില്ലാത്തതിനെ വിളിച്ചിട്ട്. അല്ല ഇത് പറയാൻ എൻ്റെ മാല ഞാൻ കാണിച്ചു. എൻ്റെ മാല ആൾക്കാർ കാണാൻ വേണ്ടി തന്നെ ഒരു ഗോൾഡ് ചെയിൻ വാങ്ങിയിട്ടിരുന്ന നാട്ടുകാർ കാണണം. അവന് ഗോൾഡൊക്കെ ഉണ്ട് കാണട്ടെ. നിനക്കൊല്ല തന്നെ ഉണ്ട്. നിന്റെ കഴുത്തിലും കിടക്കണില്ലേ മറ്റേ അന്ന് നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ പൈസയിൽ നീ വാങ്ങിയെന്ന് പറഞ്ഞ ചെയിൻ. നിന്റെ സഹോദരി നിനക്ക് വാങ്ങി തന്നെന്ന് പറഞ്ഞില്ലേ ചെയിൻ. ആ ചെയിൻ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ പൈസ. അതുപോലല്ല, ഇത് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ. ആ പൈസയ്ക്ക് വാങ്ങിയ സാധനം. അല്ലാണ്ട് നിന്നെ പോലെ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ പൈസയ്ക്ക് വാങ്ങിയല്ല. നിന്റെ തന്ത ഞാൻ ഇത്ര നേരം പറഞ്ഞത് നിന്റെ തന്തയാ? ഇല്ലല്ല, തന്തയ്ക്ക് വിളിയൊന്നും നമ്മളടുത്ത് വിളിക്കാൻ വരല്ലേ. നിനക്ക് മോനെ ഈ ഇവിടെ വീഡിയോയിലിരിക്കുന്ന എന്നെ അറിയത്തുള്ളൂ. നമ്മളൊക്കെ വിളിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നീ കരഞ്ഞോണ്ട് പോവും. അത് നിനക്ക് അറിയത്തില്ല. എനിക്ക് വിളിക്കാൻ അറിഞ്ഞിടാത്തോണ്ടൊന്നും അല്ല. അത് മക്കൾ മനസ്സിലാക്കിയിരുന്ന മക്കൾക്ക് കൊള്ളാം. വിളിക്കാനാണെങ്കിൽ നീയൊന്നും കൂട്ടിയാ കൂടത്തില്ല മോനെ. അന്വേഷിച്ച് നോക്ക്, അപ്പൊ അറിയാം. എന്താണ് പറയണത് കേട്ടോ? മനസ്സിലായോ? മനസ്സിലായി നമുക്ക്? മൈര അതെങ്കിലും ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അതായത് എന്റെ അതിനെന്ത് അന്തസ്സായിട്ട് ക്രെഡിറ്റ് ആയിട്ടാണ് കണ്ടു നടക്കുന്നത്. ഈ വീട്ടിൽ തുമ്പിയും ദൂരെ എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നത്. എന്തുപാടാ ഇവനൊക്കെ കാണിക്കുന്ന കൊണാൻഡറുകൾ. കണ്ടന്റ് ഞാൻ ചെയ്യുന്നുണ്ട്. നീ എന്താ ചെയ്യുന്നത്? നീ എന്താ ചെയ്യുന്നത്? എന്റെ വീടിന്റെ ബാക്കിൽ നിന്നെ പോലുള്ള നാറുകളെ പിടിച്ചിട്ട് ഊക്കുന്നു. അതിൽ പത്ത് തെറ്റിരിക്കുന്നു. നീയൊക്കെ കാണിക്കുന്ന ഉടായ്പിനാണ് പിടിച്ച് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നത്. വലിച്ചിട്ട് അതിന്റെ ഫ്രണ്ടിൽ രണ്ട് റിലേറ്റും വെച്ചിട്ട് മറ്റവന്റെ കുറ്റം ഇങ്ങനെ പറയുന്നു. അതിൽ ഈ ചെയ്യുന്നത് പണി കട്ടയില്ലാട്ടോ. 2 റിംഗ് ലൈറ്റ് ഉണ്ട്, അതുള്ളതാ. കട്ടൻ കെട്ടിയിട്ടില്ല. റൂമിന്റെ അകത്തിരുന്ന് വീഡിയോ ചെയ്യുന്നു. കുട്ടിയെ പണിക്കോ ജീവിക്കും. സ്വന്തം ഉണ്ടാക്കി സ്വന്തം. നീ എവിടെ പണിക്ക് പോകണം? ഈ പണിക്ക് പോടേ എന്ന് പറയുന്ന നീ പണിക്ക് പോകുന്നുണ്ടോ? എടാ നിന്നെ പോലെ അല്ല, ഞാൻ പണിക്കും പോകുന്നുണ്ട്, ഒപ്പം വീഡിയോ ചെയ്യുന്നുണ്ട്. എനിക്ക് അതിൻ്റെതായ പരിപാടികളും കാര്യങ്ങളും ഉണ്ട്. അത് മനസ്സിലാക്കണ ബോധമില്ലാത്തവനെ. നിന്നെപ്പോലെ വെറുതെ ഇരുന്ന് നാട്ടുകാരെ പറ്റിച്ചല്ല ഞാൻ ജീവിക്കുന്നത്. വീഡിയോ ചെയ്യുന്നുണ്ട്, പണിക്ക് പോകുന്നുണ്ട്, പല പരിപാടിയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും കാറ്ററിങ്ങിന് ഉൾപ്പെടെ ഞാൻ പോകും. കുറച്ച് പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടിയെന്ന് വെച്ചിട്ട് ഞാനൊരിക്കലും വഴി മറക്കത്തില്ല. ഇപ്പോഴും ഞാൻ കാറ്ററിങ്ങിനും പരിപാടിക്കൊക്കെ പോയി. എന്നെ പല സ്ഥലങ്ങളിൽ വെച്ചിട്ടും കാറ്ററിങ്ങിന് ആൾക്കാർ കണ്ടിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്, വീഡിയോ ചെയ്യുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നിന്നെപ്പോലെ കുനിഞ്ഞൂത്തിയല്ല വീട്ടിൽ കയറിയിരിക്കുന്നത്. ഇപ്പോഴും പണിക്ക് പോകുന്നുണ്ട്, പിന്നെ വേറെ ചെറിയ ബിസിനസ് പരിപാടികളും ഉണ്ട്. നിന്നെപ്പോലെ വെറുതെ നാട്ടുകാരെ ഇഞ്ചിച്ചല്ല ഞാൻ ജീവിക്കുന്നത്. അത് നീ മനസ്സിലാക്കുക. ഞാനിവിടെ വീഡിയോ ചെയ്യുന്നു, അതും എൻ്റെ വരുമാന മാർഗ്ഗമാണ്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിനൊരിക്കലും പണിക്ക് പോടേ എന്ന് പറഞ്ഞ് ചെറുതാക്കി കാണേണ്ട കാര്യമില്ല. ഇതിനും ഇതിൻ്റെതായ എഫർട്ട് എടുത്ത് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അത് മനസ്സിലാക്കണം. ബോധമില്ലാത്തവനെ, അയച്ചിയെ ഉളുപ്പില്ലാത്തവനെ. മറ്റോന്റെ പോയിട്ട് തട്ടി ജീവിക്കാതെ സ്വന്തം ഉണ്ടാക്കി കാരണം ഇത് പറയുള്ളൂ. മനസ്സിലായോ? എന്നെ പറ്റിയിട്ട് അന്നറിയുന്നുണ്ടോ? ഇപ്പൊ അറിയാൻ ചോദിക്കുകയാണ്. എന്നെ ഇഷ്ടം പോലെ ആൾക്കാർ ട്രോളിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ഒരാൾ ട്രോളിന് പോയി എനിക്ക് ദേഷ്യം വന്നിട്ടോ മറ്റേ വൈരാഗ്യമായിട്ടോ അങ്ങനെ ഒന്നുമില്ല. കാരണം ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ളൂ. കാരണം എന്നെ പറ്റി ട്രോൾ ആൾക്കാർ നാളെ തൊട്ട് മണി പറഞ്ഞു എന്നെ ട്രോളുന്ന ആൾക്കാർ ഞാൻ തളർന്നിച്ചു. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയ ഈ വരുമ്പോൾ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ആര് വരുമ്പോൾ എന്താണ് അവിടെ ഇളയാളെ പറ്റി വിജയ് കിടക്കുന്ന നെഗറ്റീവ്. പിന്നെ എന്താണ് ഈ സോഷ്യൽ മീഡിയയ്ക്ക് വന്ന ഏതൊരുത്തരും നെഗറ്റീവ് ഉണ്ടായിരിക്കും. ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് പോസിറ്റീവ് മാത്രമേ ഉണ്ടാവൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങി വരാൻ പാടില്ല. കാരണം അങ്ങനെയാണോ? ഞാൻ യൂട്യൂബിൽ വന്നു എനിക്ക് പോസിറ്റീവ് കമന്റ് മാത്രമേ വരാൻ പാടുന്ന പാട്ടിന് വരാൻ പാടും. സോഷ്യൽ മീഡിയയാണ്. ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ആരും ചിന്തിക്കണ്ടായിരിക്കും. അവർക്ക് ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ചില ആൾക്കാർ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അവർ റിയാക്ട് ചെയ്യും. കുഴപ്പമില്ല. അനക്കത് പ്രാന്തോ എന്താ ചെയ്യുന്നത് പറയുന്നത്? ഞാൻ എന്ത് പറയുന്നത് ഇവന്റെ വിവരമില്ലാന്നാണല്ലോ ഈ വിളിച്ച് പറയുന്നത്. ഇതല്ലേ ഞാനും പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവും പോസിറ്റീവും കാണും. അതെല്ലാം തരണം ചെയ്യാനും ഫേസ് ചെയ്യാനും പഠിക്കണം. ഇല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കില്ല. നിനക്ക് അങ്ങ് നല്ല രീതിയിൽ ഉരുപൊട്ടുന്നുണ്ടല്ലോ. നിനക്ക് മാന്യമായിട്ട് രീതിയിൽ എന്നെ വിമർശിക്കാം. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. തന്തയ്ക്ക് വിളിച്ച് വിമർശിക്കേണ്ട കാര്യമില്ല. വിളിച്ചാൽ തിരിച്ചു വിളിക്കും. കേട്ടുകൊണ്ട് കൈ കെട്ടി നിൽക്കുന്ന ടീംസിനെ നീ കണ്ടിട്ടുണ്ടാവും. ഇത് ഒരു കാരണത്തടിച്ചാൽ മറ്റേ കാരണം കാണിച്ചു കൊടുക്കുന്ന ടീമല്ല ഇത്. നീ അന്വേഷിച്ച് നോക്ക്, അപ്പം നിനക്ക് കാര്യം പിടി കിട്ടും. ഇപ്പം പിന്നെ ആക്സിഡൻ്റ് ഒക്കെ ആയതിനു ശേഷം കുറച്ചൊന്ന് ഒതുങ്ങി അങ്ങനെ ആർക്കും ശല്യമില്ലാതെ മര്യാദയ്ക്ക് എൻ്റെ കാര്യങ്ങളും ബിസിനസ്സും ജോലിയൊക്കെ ആയിട്ട് ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്ത് പോകുന്നു. അത് വച്ചിട്ട് നീ എന്നെ ജഡ്ജ് ചെയ്യാൻ നിൽക്കല്ലേ മോനെ. എൻ്റെ കരണത്തെ അടിച്ചാൽ മറ്റേ കാരണം കാണിച്ച് തരൂല. അടിച്ച് കാവാലം തിരിച്ച് മുട്ടിച്ചിട്ടേ പോകത്തുള്ളൂ. നീ 100 അടി അടിച്ചാലും ഒരെണ്ണമെങ്കിൽ നിനക്ക് തിരിച്ച് തരും. അതിൽ നീ കിടക്കും. അതുള്ളതാ, കൺഫേം ആ മുത്തേ. ഉള്ള കാര്യം ഞാൻ പറയാം. നീ അടിയാനാണെങ്കിൽ നമുക്ക്
അങ്ങനെ നോക്കാൻ താല്പര്യമില്ല. എനിക്ക് പറഞ്ഞില്ല വയലൻസ്, ഐ ഡോണ്ട് ലൈക്ക് വയലൻസ്, ബട്ട് വയലൻസ് ലൈക്സ് മീ, ഐ കാണ്ട് അവോയ്ഡ് ഇറ്റ്. എനിക്ക് മേർക്കണ്ടേ, ഞാൻ ഫേക്ക് കണ്ടന്റ് ഉണ്ടാക്കിയാൽ ഇപ്പൊ ഞാൻ പൊന്നുതല പ്രശ്നത്തിലായിരിക്കും. അത് ഈ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാണ്. ഞാൻ എൻ്റെ ഈ ഒരു നമ്മുടെ മുലപ്പാൽ കുറിച്ച് ഒറ്റ തന്തയ്ക്ക് ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ അന്ന് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നം ഫേക്ക് ആണെന്ന് എനിക്ക് തെളിയിച്ച ഈ പറഞ്ഞ് ഞാൻ ചെയ്യും. ഞാൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണ്, എനിക്ക് കൺഫേം. പക്ഷെ നീ അതൊന്ന് ചെക്ക് ചെയ്തേക്ക്. എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഫേക്ക് കണ്ടന്റ് അല്ല നീ അന്ന് ക്രിയേറ്റ് ചെയ്തതെന്ന് നീ രായ്ക്ക് രാമായണ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പൊന്നൂസിന് അന്ന് അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ ഒരു തണ്ണേലിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫേക്ക് അല്ലേ, ഒറിജിനൽ ആയിരുന്നോ? ഈ ഒരു ചോദ്യത്തിന് നീ ഉത്തരം പറ്റുമെങ്കിൽ ഒന്ന് താ കേട്ടോ. സെറ്റിൽമെന്റ് നടത്തി തെളിയിക്കുക. അന്ന് വെല്ലുവിളിക്കുക പബ്ലിക്കിന് നായിന്റെ മോനെ ഞാൻ ഒറ്റ തന്തയ്ക്ക് ഈ ഒരു തന്തയ്ക്ക് ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് ഫേക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെ വീഡിയോസ് ഒക്കെ നീ തെളിയിച്ച നീ പറഞ്ഞ് ഞാൻ ചെയ്യും. എനിക്കുറപ്പാ ഞാൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞതാണ്. പക്ഷെ നിനക്കത് ചെക്ക് ചെയ്തോ കേട്ടോ. ഞാൻ പറഞ്ഞത് ഒന്ന് അന്വേഷിച്ചേക്ക്. ചിലപ്പം വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലാ നമുക്കറിയാൻ പറ്റത്തില്ല. പബ്ലിക്കിങ്ങനെ പറയുന്നത് നീ തെളിയിച്ച അതിന് ഞാൻ ചെയ്യും, ഈ പറഞ്ഞ് ഞാൻ ചെയ്യും. മനസ്സിലായോ? പിന്നെ ഡയറക്റ്റ് കണ്ട അവനാന്റെ കുടുംബത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് അവനാനെ അറിയുള്ളൂ. അത് എനിക്ക് അനുഭവിച്ചിട്ടില്ല. അത് പെണ്ണിട്ട് എനിക്ക് അറിയില്ല. പക്ഷേ അത് അവനാണ് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് അവനാനെ അറിയുള്ളൂ. ഇപ്പൊ നീ പ്രവീണിന്റെ അവരും പറഞ്ഞു കുറെ ആൾക്കാർ കമന്റ്സ് കൊണ്ട് ഞാൻ മറ്റേ ഉടായ്പ് കാണിക്കുന്നത് എന്ത് മയ്യാണ് ഉടായ്പ്? അവനാന്റെ കുടുംബത്തിന്റെ പ്രശ്നം അവനാനെ അറിയുള്ളൂ, മറ്റുള്ളവർക്ക് അറിയില്ല. മറ്റുള്ളവർ പറയുമ്പോൾ അവരുടെ പറയും അത് കുഴപ്പമില്ല, അതില്ല പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ കമന്റ് ചെയ്ത് എടാ പൂക്കാവടി മോനെ, നിന്റെ അടുത്ത് ഞാൻ എന്തോന്ന് പറയുന്നത്, നീ എന്തോന്ന് പറയുന്നത്? കോക്കനട്ട് മോൻ തന്നെയല്ല മൊഹറം മോൻ. സിമ്പിളാണ് മോനെ, മുന്നിക്ക് പോണ്ടേ. കാണുന്നതിലും വീണ്ടും ആഡ് കയറി വന്നു. ഒരു റെസ്റ്റ് ആവാം, ഗ്യാപ്പാവും. വേർക്കുന്നടേ സത്യം പറഞ്ഞാൽ ഇപ്പൊ തന്നെ അരമണിക്കൂർ കഴിഞ്ഞ്. ഇവനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇത്ര എഫർട്ട് എടുത്ത് വീഡിയോ ചെയ്യുന്ന കാണുമ്പോൾ ഇത്ര എഫർട്ട് ഒന്നും എടുക്കാൻ വേണ്ടേ, ഭയങ്കര പാട്. ഇത് ചെയ്യാൻ ഓരോരോ കൽപ്പന കെട്ടന്മാർ നമുക്കിട്ട് താങ്ങുന്നതിന് അങ്ങോട്ട് തിരിച്ച് പറഞ്ഞില്ലെങ്കിൽ എന്ത് ഞാനും അവനും തമ്മിലുള്ള വ്യത്യാസം നമ്മളെ പറയാതിരിക്കാനും വയ്യ. തുടങ്ങട്ടെ. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു ഈ തെളിയിച്ച ഞാൻ ഈ പറഞ്ഞ എന്തും ചെയ്യുന്നു. അതുകൊണ്ട് ചോദിക്കണം ഞാൻ ഇപ്പൊ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയാണ് വിചാരിക്കുക. അതായത് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്, ആ ഒരു കണ്ടന്റ് ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എന്റെ മിടുക്കല്ലേ അല്ലേ? നീ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചില്ലടേ. ആദ്യം വെട്ടവാളിയാ ഒരിക്കൽ പറയണേ ഞാനത് ഫേക്ക് കണ്ടന്റാണ് തെളിയിച്ചതെന്ന്. നീ തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ മറ്റത് ചെയ്യുന്നു. ഇപ്പൊ പറയണത് ഞാനതങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ അതെന്റെ മിടുക്കല്ലേ. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചില്ലടാ കഴുപ്പണം കിട്ടാൻ. എൻ്റെ അടുത്തൊക്കെ എന്ത് പറയാൻ. എനിക്ക് 2 ചാനലിലും പേയ്മെന്റ് കിട്ടണോ, 2 ചാനലും സെറ്റ് ആവണം. അയാൾ ചോദിക്കും അപ്പൊ അതിന് മിടുക്കല്ലേ? ഞാൻ ഇപ്പം മനസ്സിലായില്ല, ഉള്ളത് മനസ്സിൽ നിന്ന് പൊട്ടി വീണ്. ഇതാണ് സത്യാവസ്ഥ. നാട്ടുകാരെ പറ്റിച്ചു, ഓഡിയൻസ് ആയ ജനങ്ങളെ, ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കി ആ ലെവലിൽ പോയി. ഒരിക്കലും തുണി ഊരിയിട്ടോ ഡ്രസ്സ് ഇതാക്കിയിട്ടോ മറ്റാക്കിയിട്ടോ ഞാൻ വീട് ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് എനിക്കത് അതിന് മിടുക്കല്ലേ അല്ലേ? ഈ എൻ്റെ കാര്യം ആലോചിക്കും മോനെ. ഈ മറ്റുള്ളവരെ കുറ്റം പറയാൻ ഇറങ്ങുന്ന മോനെ ഈ എൻ്റെ കാര്യം ആലോചിക്കും. എൻ്റെ കാര്യം കിണ്ടിയല്ലേ ഒരു കട്ടം വലിച്ചിട്ട് ഇരുന്ന് സംസാരിക്കലോ, അതല്ല നമുക്ക് എന്താണുള്ളത്? നിന്നെ പോലെ എന്തായാലും മോഞ്ചി ജീവിക്കണല്ലോ. അത് തന്നെ എൻ്റെ മിടുക്ക്. മനസ്സിലായോ ഗണേഷ്? കണ്ട ഇവന്റെ ആ ഫേസിനെ കളിയാക്കിയോ സംസാരിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവൻ്റെയൊക്കെ ഉള്ളിലെ ആ ഒരു സാധനം മറ്റൊരാളുടെ ഫേസ് ഫിസിക്കൽ അപ്പിയറൻസിനെ കണ്ടിട്ട് കളിയാക്കുന്ന വൃത്തികെട്ട മെൻറ്റാലിറ്റിയാണ്. ഇവനൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ? ഇത്രയും ബോഡി ഷെയ്മിങ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നവരെ ഞാൻ എപ്പോഴും എൻ്റെ ഏത് വീഡിയോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ ഒരാളെ ബോഡി ഷെയ്മിങ് ചെയ്യാറില്ല. നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതോട് ഞാൻ മര്യാദയ്ക്ക് ഞാൻ എൻ്റെ പറഞ്ഞു. ഞാൻ അതിൽ കയറി സംസാരിച്ചതല്ല. അത് എൻ്റെ വീഡിയോന്റെ അടിയിൽ വന്ന കമന്റ്സിന് ഞാൻ റിപ്ലൈ കൊടുത്താണ്. ഞാൻ അത് പറഞ്ഞു. അത് ഞാൻ എന്താ പറയുന്നത് പോലും കൂടി നമുക്ക് ചിന്തിക്കാനോ അത് മനസ്സിലാക്കാനുള്ള ബോധം ഒക്കെ ഇല്ല. അത് ഞാൻ പറഞ്ഞു. എൻ്റെ വീട്ടിൽ എൻ്റെ തന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ പറയുന്നത്. ഇപ്പൊ നീ ആദ്യം നിന്റെ തന്തയെ കൊണ്ട് കാണിക്കും, എന്നിട്ട് നിന്റെ തന്തയുടെ അടുത്ത് പറ നിന്നെ കൊണ്ട് കാണിക്കാം. നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് സെറ്റിൽമെന്റ് ആക്കി. കേസായിരുന്നു. ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇതിനെ കാണാം. പിന്നെ എനിക്ക് ഭ്രാന്തല്ലേ അങ്ങോട്ട് കെട്ടിയെടുത്ത് എഴുന്നള്ളി കൊണ്ടുവരാൻ. നിനക്ക് ബോധം വേണം. ഇവിടെ നിന്ന് ഞാൻ ഇനി വണ്ടി കൂലിയും കൊടുത്ത് ഞാൻ അങ്ങ് വരണോ? എന്തുവാ നിനക്ക് അത്രയ്ക്ക് ഇതുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വാ, ഞാൻ ഇവിടെ കാണും. മനസ്സിലായോ? അവിടെ പ്രശ്നം തീർന്നില്ലേ? നീ ഒരു കാര്യം ചെയ്യും, ട്രിവാൻഡ്രത്തോ അപ്പോൾ പ്രശ്നം തീർന്നില്ലേ? നമുക്ക് കണ്ട് സംസാരിക്കാം. ഒരു കോഫി ഹൗസിൽ പോയി, ഇന്ത്യൻ കോഫി ഹൗസിൽ പോവാം. അവിടെ നല്ല കോഫി ഉണ്ട്, അതൊക്കെ കുടിച്ചിരുന്ന് സംസാരിക്കാം. എനിക്കല്ലാതെ ഇനിയിപ്പം പാലക്കാടായിട്ട് കെട്ടിയെടുത്തുകൊണ്ട് വരാനൊന്നും വയ്യടേ. ചുമ്മാ എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ കളഞ്ഞിട്ട് വരാനൊന്നും വയ്യ. മറ്റേ ട്രിവാൻഡ്രത്ത് നീ സെൻട്രലിൽ അവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ വരാം. നീ വിളി, നമ്പർ ആണെങ്കിൽ ചെലുത്ത് വരും. എന്തായാലും നമുക്കിരുന്ന് സംസാരിക്കുകയാണ്.
നീ ഇതിപ്പോ ഇത് അങ്ങ് പാലക്കാട് വരെ എടുത്തോണ്ട് വരാനൊന്നും എന്നെ കിട്ടത്തില്ല. എനിക്ക് വയ്യ അങ്ങ് വരെ ഒന്ന് വരാൻ. ഇതെന്ത് മെനക്കേടാ. ഇങ്ങോട്ട് വാ. ഞാൻ എന്നെ തേടി വരുന്നില്ല. അനക്ക് ഞാൻ എന്നെ അത്രയും വിളിച്ചു. ഞാൻ തെറി വിളിച്ചു. ഞാൻ എന്നൊക്കെ പറഞ്ഞു. ഞാൻ നിന്നെ വല്ല ഒന്നും വിളിക്കുന്നില്ല. എന്നെ തേടി വാടയെന്നൊന്നും. എനിക്ക് നിന്നെ കണ്ടിട്ട് എന്ത് ചെയ്യേ? എനിക്കൊന്നും ചെയ്യാല്ല. നിന്നെ നേരത്തെ നീ പറഞ്ഞ പരിപാടി എൻ്റെ ചെയ്തിട്ട് പോകാൻ എനിക്കൊന്നും തരാൻ താല്പര്യമില്ല. നിന്നെ പോലെ അല്ല ഞാൻ. അത് ഞാൻ അത് മനസ്സിലാക്കി. ബോധമല്ലാത്തതാണ്. ഉടായ്പ കാണിച്ച കണ്ടന്റ് ഉണ്ടാക്കി പറയില്ല. അതൊക്കെ നീ എന്റെ നാട്ടിൽ വന്നിട്ട് എന്നെ പറ്റി അന്വേഷിച്ചോ, എന്താ കാട്ടിക്കോ, അത് തെളിയിച്ചോ. അതിന് വേണ്ടി എനിക്ക് ഇപ്പൊ പറയണേ സുജിനെ, ഞാൻ അത് തെളിയിച്ചു എന്നാ. എനിക്ക് 1 lakh rupees വേണം. പൊന്നു റെഡി. ഇത് ഞാൻ അത്രയും പബ്ലിക്കിനെ വിളിച്ചിട്ട് പറഞ്ഞേ ഇത് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ കണ്ടന്റ് അത് അതായത് മീൻസ് ഞാൻ അന്ന് ഉണ്ടാക്കിയ എന്റെയും എന്റെ ഭാര്യയുടെയും ഇടയിൽ ഉണ്ടായ പ്രശ്നം അത് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണെന്ന് നീ തെളിയിച്ചിട്ട് എന്റെ നാട്ടിൽ വന്നിട്ട് എന്നെ വീഡിയോ എടുത്ത് വന്നു. വീഡിയോ എടുത്ത് വന്നിട്ട് എന്നെ പറ്റി എന്നെ കാണാൻ വന്നു. വന്നിട്ട് അത് സംസാരിച്ച് റെഡി എന്ന് പറഞ്ഞിട്ട് പറയണേ സുജിനെ, ഞാൻ എന്റെ വീട് എവിടെ അറിയില്ല, ഞാൻ കൊല്ലത്താണ് അല്ലെങ്കിൽ തിരുവനന്തപുരത്താണ്, അവിടെ നിന്ന് ഇത്ര ചിലവുണ്ട്, എനിക്ക് 1 lakh rupees വേണമെന്ന് പറഞ്ഞ പൊന്നു ആ വീടിന് മുകളിൽ എന്റെ അക്കൗണ്ട് അപ്പം ട്രാൻസ്ഫർ ചെയ്തു. ഞാൻ അപ്പം ചെയ്തു. ഞാൻ അതിലൊരു മടിയില്ല. അപ്പം നമുക്ക് പൈസ ഞാൻ ആണെങ്കിൽ വാ. ഞാൻ ഇതുവരെ കാണാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല കാണിച്ചു തരാം. എനിക്കല്ലാതെ ഇപ്പൊ വയ്യ. അതും എനിക്ക് വയ്യ എങ്കിലും ഒരു മിന്നായം പോലെ കാണിച്ചു തരാം. വയ്യടെ നാണക്കേട്. നിന്നെ പോലെ ഒരു കഴിപ്പം കണ്ടാണ്. പിന്നെ ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. അല്ല ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഉറപ്പുണ്ട് ഞാനാണെന്ന്. അത് നീ നോക്കി നോക്ക്. ചിലപ്പോൾ തപ്പി നോക്ക് നീ ആണ് എന്നെയെന്ന്. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെ ഒരാൾക്ക് സംസാരിച്ചില്ല. കാരണം എനിക്ക് അത്രയും ദേഷ്യം വരുന്നുണ്ട്. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ മല്ലു ഫാൻ. എന്തുവാ മുത്ത എൻ്റെ അടുത്ത് ഇത്ര ദേഷ്യം നിനക്ക്? പോട്ട് കരണ്ടോ വീഡിയോ ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ചാനൽ എന്നിട്ട് ഇത്രയും ഞാൻ സംസാരിക്കുന്നത് 1,69,000 രൂപ വരെയുള്ള ഫോണാണ്. നിന്റെ കയ്യിൽ നമുക്ക് തരാൻ പൈസ അല്ലെങ്കിൽ പോലും കൂടി ഈ ഫോൺ നമുക്ക് തരും. ഞാൻ ഏതെങ്കിലും ഒന്നില്ല നീ നില്ലടേ. ഒന്നിൽ ഫോൺ ഇതാ അല്ലെങ്കിൽ പൈസ ഇതാ. ഇതെന്തുവാ മാറ്റി മാറ്റി പറഞ്ഞ് കഴിപ്പണം കെട്ട പരിപാടിയാണെങ്കിൽ വാ ഈ വാട്ടോ നമുക്ക് അടുത്ത് കേൾക്കാം. അതിലുള്ള കാര്യം സംസാരിക്കണത് ഓനെ വന്ന് മറ്റുള്ളവരുടെ കാര്യം സംസാരിച്ചിരുന്ന പൂറ്റാൻ നിൽക്കണോ? ഒരു വീഡിയോ നിനക്ക് ഞാൻ തരുന്നത് അത് നീ ചെയ്ത് എന്ന് പറയണേ. നിനക്ക് ഞാൻ സ്ട്രൈക്ക് തരും. ഞാൻ എനേബിൾ ആക്കില്ല കേട്ടോ. ഈ വീഡിയോയിലെ മോണിറ്റൈസേഷൻ അവൈലബിൾ ആക്കത്തില്ലെന്നാണ് പറയുന്നത്. നീ ആക്കിയാൽ എനിക്ക് നഷ്ടമൊന്നുമില്ല. ഇതിനുശേഷം ഇവൻ അടുത്ത് വീണ്ടും മാറ്റി പറയും. സ്ട്രൈക്ക് തരത്തില്ലെന്ന് പറഞ്ഞിട്ട് അടുത്ത് തരുമെന്ന് പറയുന്നത്. എന്തുവാടാ സുജിനെ ഇത് നോക്കട്ടെ. ഇതിന് അന്ന ഊറ്റിയ പൈസ എനിക്ക് വേണ്ട. ഞാൻ എനേബിൾ ആക്കില്ല. ഈ വീഡിയോ ഞാൻ റിമൂവ് ആക്കും. അതായത് നീ ഇതിന് മറുപടി ഒരു വീഡിയോ ചെയ്യും എന്ന് എനിക്കറിയാം. കാരണം നിനക്ക് നല്ലൊരു കണ്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നീ അപ്പുറത്ത് നല്ലൊരു വീഡിയോ ചെയ്യും എന്ന് എനിക്കറിയാം. ആ വീഡിയോ പേയ്മെന്റ് കൂടി നീ എടുത്തോ. കാരണം അതുകൊണ്ട് നീ നിന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കുക അല്ലെങ്കിൽ നീ ഡ്രസ് എന്തെങ്കിലും ചെയ്തോ. കാരണം നിനക്ക് പേയ്മെന്റ് കിട്ടും. അപ്പൊ അതുകൊണ്ട് ആ ഒരു വീഡിയോ പേയ്മെന്റ് നീ എടുത്തോ. അതിന്റെ അപ്പുറത്തേക്ക് നീ ഇനി ഒരു വീഡിയോ ഇട്ടാ ഞാൻ ഓപ്പാടി എന്ന് പറയുകയാണ്. നിനക്ക് ഞാൻ സ്ട്രൈക്ക് തരും, ഉറപ്പായിട്ട് തരും. ഞാൻ നിനക്കിനെ പറ്റി അറിയുമെന്ന് എനിക്കറിയില്ല. നീ ഇത് ഞാൻ പറഞ്ഞിട്ട് നീ നിനക്ക് അറിയാവുന്ന ഏതൊരു യൂട്യൂബേഴ്സിനോട് ചോദിച്ചോ. എന്റെ തമ്പലൈന് എന്റെ വോയിസ് അതുപോലെ തന്നെ മറ്റേ എന്റെ വീഡിയോ എടുത്ത് നീ നിന്റെ വീഡിയോ സൈഡിൽ ചെയ്യുക. എന്തെങ്കിലും ചെയ്താൽ ഒരു വീഡിയോ നിനക്ക് ഞാൻ തരുന്നത് അത് നീ ചെയ്തോ. വേണം നിനക്ക് ചെയ്തോ. അതെല്ലാം അവതാരിയാണ്. അതിന്റെ അപ്പുറത്തേക്ക് നീ ഒരു വീഡിയോ ചെയ്താൽ എല്ലാവരും പറയാണ് ഞാൻ സ്ട്രൈക്ക് കൊടുത്തിരിക്കും. ഞാൻ ഇതുവരെയ്ക്ക് എന്നെ പറ്റി നെഗറ്റീവ് പറയുന്നത് ഇപ്പോൾ പോലീസിനെ പറ്റി പറഞ്ഞിട്ട് എന്റെ കുട്ടികളെ പറ്റി പറഞ്ഞിട്ട് അമ്മയെ പറ്റി പറഞ്ഞിട്ട് ഇതുവരെയ്ക്ക് ഞാൻ ഒരാളെ പോലും കൂടി ഞാൻ മറ്റേ റിയാക്ട് അതായത് മീൻസ് സ്ട്രൈക്ക് കൊടുക്കുന്നത് ഞാൻ പോയിട്ടില്ല. കാരണം എല്ലാവരും യൂട്യൂബിൽ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ എന്ന് വിചാരിച്ചു ഞാൻ ഇതുവരെ ഒരാൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഇനി നീ ചെയ്ത ഒറ്റ വീഡിയോ നിനക്ക് ഞാൻ തരുന്ന ഔദാര്യം അതിന്റെ അപ്പുറത്തേക്ക് നീ ഒരു വീഡിയോ ചെയ്താൽ പൊന്നു മോനെ സത്യമായിട്ട് ഞാൻ നിനക്ക് സ്ട്രൈക്ക് തരും. അതിൽ ഒരു മാറ്റമില്ല. ഒരു മാറ്റമില്ല. നീ ഞാൻ തരുന്ന സ്ട്രൈക്ക് എത്രത്തോളം നീ ക്ലിയർ ആക്കുന്നോ അത്രത്തോളം ഞാൻ തന്നുകൊണ്ടിരിക്കണം. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ പിന്നെ നീ മോണിറ്റൈസേഷൻ ഓഫ് ആക്കിയിട്ട് വീഡിയോ ചെയ്യണം. ഓക്കെ? അപ്പൊ അതുപോലെ ഇതിന്റെ മറുപടിക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. പൊന്നു മോനെ നീ റിയാക്ട് ചെയ്തിട്ട് വാ. ഓക്കെ? സുജിനെ എനിക്ക് ഭയങ്കര വിഷമമായിട്ടാ. നീ എല്ലാവർക്കും സ്ട്രൈക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ചോദിച്ചാല് എനിക്ക് മാത്രം സ്ട്രൈക്ക് വരെന്ന് പറയുമ്പോൾ അതും തേടാ ഓണത്തിൽ പരിപാടി കഴിപ്പോയി. എന്ത് വേടാ സുജിനെ വിഷമിപ്പിച്ചോളാം. നീ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തി എന്നെ ഡിപ്രഷനിലോട്ട് നീ കൊണ്ടുപോയി. ഞാൻ നിനക്ക് അതിന് മാത്രം എന്ത് തെറ്റ് ചെയ്താ സ്ട്രൈക്ക് വരുമെന്ന് എനിക്ക് മാത്രം തരുമെന്ന് പറഞ്ഞല്ലാണ്ട് സങ്കടമായതാട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞു ആദ്യം ഒന്നിൽ ഉറച്ചില്ലെന്ന്. ഒന്നീ സ്ട്രൈക്ക് കൊടു അല്ലെങ്കിൽ കൊടുക്കൂലെന്ന് പറഞ്ഞു. ഇതിപ്പോൾ 2 ഘട്ട പരിപാടിയിൽ കൊണ്ടിട്ടിട്ട് നീ പോയല്ലോ സുജിനെ. എല്ലാവർക്കും എന്ത് തോന്നുന്നു? ഞാൻ നല്ലതായിട്ട് ക്ഷീണിച്ചു. ഇതുവരെ ഒന്നും ആരും കണ്ടു കാണില്ല. എങ്കിലും കണ്ടതുവരെയൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. എനിക്ക് അല്ലാതെ ഒന്നും പറയാനില്ല. ക്ഷീണിച്ചടേ. 3/4 മണിക്കൂർ ആദ്യമായിട്ടാണ് ലൈഫിലൊരു വീഡിയോ ആണ്. നീ ആദ്യമായിട്ടല്ലേ എന്നെ റിയാക്ട് ചെയ്യണം. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് 3/4 മണിക്കൂർ ഒരു വീഡിയോ ആണ്. അല്ലാതെ ലൈവ് പോയിട്ടുണ്ട്. ഇങ്ങനെ എഡിറ്റഡ് വീഡിയോയിൽ 3/4 മണിക്കൂർ എൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ നീ ആ ക്രെഡിറ്റ് നീയും കൊണ്ടുവയ്ക്കുക. എന്തായാലും നമ്മൾ തമ്മിൽ ഇങ്ങനൊരു വാറ് വേണം. പിന്നെ സ്ട്രൈക്ക് തരാതെ ചുണയുണ്ടെങ്കിൽ നീ അത്രയ്ക്ക് ഉറപ്പുള്ളവനെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ സ്ട്രൈക്ക് തരാണ്ട് നീ പറ്റുമെങ്കിൽ മറുപടി അടിക്കും. മറുപടി വീഡിയോ ഇട്ട് നീ എനിക്ക് ഇനിയിപ്പോൾ റീച്ച് ഉണ്ടാക്കി തരണ്ട. നീ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കും. അല്ലാണ്ട് കുണവണാന്നിരുന്ന് അടിക്കാതെ. നിനക്ക് അത്രയ്ക്ക് ചങ്കൂറ്റും ചങ്കറപ്പും ഉണ്ടെങ്കിൽ നീ സ്ട്രൈക്ക് അടിക്കില്ല. സ്ട്രൈക്ക് അടിക്കരുത്. പറഞ്ഞാൽ തിരിച്ച് പറയാൻ പഠിക്കണം. അതാണ് അന്തസ്. നല്ല മോന്മാർക്ക് പറഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ സ്ട്രൈക്ക് അടിക്കത്തില്ല. സ്ട്രൈക്ക് അടിക്കാതെ നിനക്ക് നാവിന് ബലമുണ്ടെങ്കിൽ നീ പറഞ്ഞു ജയിക്കും. നിന്നെ ഞാൻ സമ്മതിക്കാം. അല്ലെങ്കിൽ നീ കോണത്തിലെ പരിപാടി എന്നെ കാണിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ.
നീ ഉടായിപ്പല്ല കാണിക്കുന്നത് എന്ന് നിനക്ക് പറ്റുമെങ്കിൽ നീ തെളിയിച്ച് കാണിക്കണം. നമ്മൾ അങ്ങോട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ട് ഇന്ന കാര്യങ്ങൾ എടുത്ത് കാണിച്ച് ഉടായിപ്പാണ് കാണിച്ചതെന്ന് പറയുമ്പോൾ അതല്ല എന്ന് നിനക്ക് പറ്റുമെങ്കിൽ നീ തെളിയിക്കണം. അതാണ് കാണിക്കേണ്ടത്. അല്ലാണ്ട് നിനക്കെതിരെ ശബ്ദിക്കുന്നവരുടെ വാടച്ച് പൂട്ടാനായിട്ട് സ്ട്രൈക്കും കൊടുത്ത് വിടുക എന്ന് പറയുന്നത് നല്ല ഡാഡിക്ക് പറഞ്ഞ ഗുണം അല്ല. എനിക്ക് പേഴ്സണലി അത്രേ പറയാനുള്ളൂ. എന്തായാലും വയ്യടേ, ക്ഷീണിച്ചടേ, 3/4 മണിക്കൂർ ഇരുന്ന ഇരിപ്പ് എനിക്കറിയാം. ഉയിര് പോയി, നെയ് വന്നു. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.